നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്കും അതേപോലെ തന്നെ നോട്ട് ബുക്കും കയ്യിൽ വെക്കുക കേട്ടോ. അപ്പോൾ പറയണ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ചെയ്യുക, നോട്ട് ബുക്കിലേക്ക് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ബുക്കിൽ നോട്ട് ചെയ്യുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ മേപ്പറമ്പിലെ പിന്നെ ഈവനിങ് ബാച്ചിലും അതേമാതിരി തന്നെ പിന്നെ നമ്മുടെ മുണ്ടൂരിലുള്ള ബാച്ച് രണ്ടുപേർക്ക് ഈ പാഠം എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടുപേരെയും ചേർത്ത് ഈ നമ്മുടെ ഇതിലേക്ക് കയറാൻ വേണ്ടി പറഞ്ഞത്. ഏതായാലും ബാക്കിയുള്ളവർ വരട്ടെ, നമുക്ക് സമയം കളയണ്ട. ഞാൻ 6 മണി വരെയാണ് ക്ലാസ് പറഞ്ഞിട്ടുള്ളത്. പരമാവധി നമുക്ക് ഈ ചാപ്റ്റർ ചെറിയ ചാപ്റ്ററാണ്, അപ്പോൾ ഈ ചാപ്റ്റർ തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ക്ലാസ് നന്നായി ശ്രദ്ധിച്ചിരിക്കണം, എങ്കിലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യം മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ? ഒന്ന് ടൈപ്പ് ചെയ്യൂ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. നമ്മുടെ സ്ക്രീന് കാണണ്ടല്ലോ അല്ലേ? മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്നുള്ള സംഭവം സ്ക്രീന് കാണണ്ടല്ലോ അല്ലേ? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF എടുത്തത് സ്ക്രീന് കാണണ്ടോ നിങ്ങൾക്ക്? ആരെങ്കിലും ഒരാൾ വോയിസ് ഓൺ ആക്കിയിട്ട് പറയും. കാണുന്നില്ല അല്ലേ? ഒന്നും കൂടി ഒന്ന് പ്രസൻറ്റ് ചെയ്യട്ടെ, ഒരു മിനിറ്റ്. ഇപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, പേജ് നമ്പർ 73 ആണ് കേട്ടോ. നമ്മുടെ ഈ ചാപ്റ്റർ തുടങ്ങുന്ന പേജ് നമ്പർ 43 ആണ്. 73 ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. എന്താണ് ഈ പാഠത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കണമെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പോലെ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ എന്നൊരു ശ്രമം നടത്തി. പക്ഷേ എന്താ അറിയില്ല, ചില ടെക്നിക്കൽ ഇഷ്യൂ കാരണം കൊണ്ട് അത് പൂർണ്ണമായി റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. 2-3 തവണയൊക്കെ ട്രൈ ചെയ്ത് കുറേ ടൈം ചിലവായി അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫെയിലായപ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ ലൈവ് ക്ലാസ് തരുന്നത്. അപ്പോൾ പല ആൾക്കാരും ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാതെയൊക്കെ വരാം. ഇപ്പോൾ 100 പേരാണ് ഇതിൽ പരമാവധി കയറാൻ പറ്റുക. നമുക്ക് 99 അല്ലെങ്കിൽ 100 പേരാണ് അതിൽ പരമാവധി കയറാൻ പറ്റുക. ഏകദേശം ഒരു 120ഓളം ആൾക്കാർ കയറാനുണ്ട്. നമുക്ക് നോക്കാം, എന്തായാലും കയറാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുക. ഏതായാലും ഇപ്പം നിലവിൽ 68 പേര് വന്നവരൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പൂർണ്ണമായും ക്ലാസ് കേൾക്കുക, കയ്യിൽ നോട്ടൊക്കെ വെച്ച് എങ്ങനെയാണോ നിങ്ങൾ ക്ലാസ്സിലിരിക്കുന്നത് ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറിയ പാഠമാണ്. എനിക്ക് തോന്നുന്നു SSLCയിൽ നമ്മൾ പഠിക്കാനുള്ള പാഠങ്ങളിൽ ഏറ്റവും ചെറിയ പാഠമായിരിക്കണം ഒരുപക്ഷെ 4ാമത്തെ പാഠമായിട്ടുള്ള മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിൻ്റെ മലയാളം എന്താണ്? സാധ്യതകളുടെ ഗണിതം എന്നതാണ്. മക്കളെ, നമ്മളെ പല സമയത്ത് ജീവിതത്തിൽ ചാൻസിനെ കുറിച്ച്, സാധ്യതയെക്കുറിച്ച് പറയലുണ്ട്. ഇപ്പം ഇന്നത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ ചർച്ച എന്തായിരിക്കും? നാളെ സ്കൂൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ, സാധ്യതയുണ്ടോ, നാളെ ലീവ് തരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിനെ കുറിച്ചായിരിക്കും. അല്ലെങ്കിൽ നമുക്കൊരു വിഷയത്തിൽ A+ കിട്ടാനുള്ള സാധ്യതയുണ്ടോ,
പല രീതിയിലുള്ള സാധ്യതകളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യലുണ്ട്, ഡെയിലി ലൈഫിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ എന്ത് ചെയ്യലുണ്ട്, ചർച്ച ചെയ്യലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്സ് ഓഫ് ഏതൊരു കാര്യവും മാത്സിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ കുറച്ചുകൂടി കൃത്യതയോടുകൂടി അക്യുറേറ്റ് ആയിട്ടേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അതായത് നമ്പേഴ്സിൽ മാത്സിൽ എന്ത് ചെയ്യണം, ചാൻസിനെ പറയണം. ഈ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിന് വേറൊരു വാക്കുണ്ട്, ആ വാക്കാണ് പ്രോബബിലിറ്റി. ഇംഗ്ലീഷ് മീഡിയംകാർ നോട്ട് ചെയ്ത് വെച്ചോളി, പ്രോബബിലിറ്റി. മലയാളത്തിൽ എന്തെന്നെയാണ് പറയുക, സാധ്യത എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് ഇനി ഞാൻ പറയില്ല, നമ്മൾ മാത്സിൽ പ്രോബബിലിറ്റി ചാൻസിനെ പറയുന്ന വാക്കാണ് പ്രോബബിലിറ്റി. അപ്പോൾ ഈ വാക്കായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, പ്രോബബിലിറ്റി എന്നുള്ളത്. പാഠത്തിൻ്റെ പേരൊക്കെ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി കാണും. ഓക്കെ, നോട്ടിൽ കൈയോടെ എഴുതണം. ലൈവ് ക്ലാസ്സാണ്, വീണ്ടും വീണ്ടും കണ്ട് എഴുതാൻ പറ്റില്ല ഈ കാര്യം. ഞാൻ പ്രൂഫ് ആയതുകൊണ്ടാണല്ലോ അത് അങ്ങനെ ചെയ്തത്. ശരി, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ പാഠത്തിൽ പ്രധാനമായും? ഇതിൽ നമുക്ക് ആദ്യം തന്നെ കുറച്ച് എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്താ ചാൻസ് ആസ് നമ്പർ, എന്താ ചാൻസിനെ നമ്പറായി പറയുന്നു, ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു. ചാൻസിനെ നമ്പറായി പറയുന്നതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുക. എന്നിട്ട് അവരിങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ഞാൻ സിമ്പിളാക്കി പറഞ്ഞു തരാം, നോക്കിക്കോളി, ശ്രദ്ധിച്ചോളി. ഇതിലില്ലാത്ത കാര്യങ്ങളടക്കം സിമ്പിളാക്കി നമ്മൾ എന്ത് ചെയ്യാം, ഈ കാര്യത്തെ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരാം. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. നമുക്ക് ആദ്യം തന്നെ ചെയ്യാനുള്ളത് ഈ പാഠഭാഗത്തിൽ എന്തെല്ലാം ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്തെല്ലാം ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത് വെച്ചാൽ പ്രധാനമായും 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത്, 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബേസിക് ടോപ്പിക്കാണ്. ബേസിക്, അതായത് ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാഠത്തിലെ ഏറ്റവും അടിസ്ഥാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ബേസിക്കിൽ വരിക. അപ്പോൾ ഒന്നാമത്തെ കാര്യമായ ബേസിക്കിൽ നിന്നും എക്സാമിന് 2 മാർക്കോ അല്ലെങ്കിൽ 3 മാർക്കിനോ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരും. ഇനിയോ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റിയാണ്. ടെക്സ്റ്റ് ബുക്കിലും ആ ടോപ്പിക് നിങ്ങൾക്ക് കാണാൻ പറ്റും, ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി. ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്ത് പറയുന്നു വെച്ചാൽ ജ്യാമിതീയ സാധ്യത. ഈ ഒരു ടോപ്പിക്കിൽ നിന്നും 3 അല്ലെങ്കിൽ 4 മാർക്കിന്, കൂടുതൽ 3 മാർക്കിനെ ചോദിക്കുക എങ്കിലും 3 അല്ലെങ്കിൽ 4 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാനുള്ള സാധ്യത നമുക്ക് കാണാം. ഓക്കെ, മൂന്നാമത്തെ ഈ പാഠത്തിൽ നിന്നുള്ള ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പെയേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. പെയേഴ്സ്, ഈ പെയേഴ്സ് അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് ജോഡികൾ എന്ന് പറയാം. ജോഡികൾ, ഈ ജോഡികൾ പെയേഴ്സിൽ നിന്നും 4 അല്ലെങ്കിൽ 5 മാർക്കിനുള്ള ചോദ്യം ചോദിക്കും. അപ്പോൾ ഓണപ്പരീക്ഷയ്ക്ക് ബേസിക് പാർട്ടിൽ നിന്നും ചോദ്യം ഉണ്ടാകും, ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി ജ്യാമിതീയ സാധ്യതയിൽ നിന്നും ചോദ്യം ഉണ്ടാകും, പെയേഴ്സ് അല്ലെങ്കിൽ ജോഡികളിൽ നിന്നും ചോദ്യം ഉണ്ടാകും. അങ്ങനെ നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത് ഒരു 2 മാർക്കും, ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത് ഒരു 3 മാർക്കും, ഇതിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യം ഒരു 5 മാർക്കും. അങ്ങനെ ടോട്ടൽ 10 മാർക്ക് ഓണപ്പരീക്ഷയ്ക്ക് ഉറപ്പായും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി SSLC പബ്ലിക് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ 1 അല്ലെങ്കിൽ 2 എണ്ണം ചോദ്യങ്ങളാണ് ചോദിക്കാൻ പറ്റുക. 3 മാർക്കിൻ്റെ ഒരു ചോദ്യവും 4 മാർക്കിൻ്റെ ഒരു ചോദ്യവുമായിട്ട് സാധാരണയായിട്ട് നമ്മൾ കാണലുണ്ട്. അല്ലെങ്കിൽ 2 മാർക്കോ 5 മാർക്കോ, എന്തായാലും 7 മാർക്കിനുള്ള ചോദ്യം അല്ലെങ്കിൽ കുറഞ്ഞു പോയാൽ 6 മാർക്കിനുള്ള ചോദ്യം ഉറപ്പായും ഈ പാഠത്തിൽ നിന്നും ചോദിക്കും. അതൊക്കെ ചോദിക്കാൻ പോണത് ഈ ഒരു 3 കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഇനി നമ്മൾ നോക്കാൻ പോണത് എന്തൊക്കെയാണ് ബേസിക് പാർട്ടിൽ ഉൾപ്പെടുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ, ഇതെല്ലാവരും എഴുതി വെക്കണ്ടല്ലോ അല്ലേ? കയ്യോടെ ഒന്ന് വേഗം എഴുതി വെച്ചേ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, ഈ പാഠത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ടോപ്പിക്കായിട്ട് പഠിക്കാൻ പോകുന്നത് എന്നുള്ള ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് ചെയ്ത് വെച്ചാൽ ഒന്ന് തംസപ്പ് ഇടണേ, അപ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് ഞാൻ സ്ലൈഡ് മാറ്റും കേട്ടോ.
എന്താ തംസപ്പുകൾ വരാത്തത്? പോരട്ടെ. ഇത് നിങ്ങളില്ലേ കയ്യോടെ ഒരു റിവിഷൻ ക്ലാസ്സിനെ കാണുന്ന പോലെ തന്നെ കണ്ടോളി. കയ്യോടെ ഈ കാര്യം നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. കയ്യോടെ ഈ കാര്യം പഠിച്ചു പോകാം. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പാഠത്തിലെ അടുത്ത ടോപ്പിക്കുകളിലേക്ക് എന്ത് ചെയ്യണം പോവുകയാണ് കേട്ടോ. നോക്കാം. അതായത് നമുക്കിതിൻ്റെ ബേസിക് പാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ടെന്ന് നോക്കാം. ബേസിക്കായിട്ട് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഒരു സംഭവം നടക്കാൻ നമുക്ക് സാധ്യതയേ ഇല്ല എങ്കിൽ, ഒരു സംഭവം നടക്കാൻ നമുക്ക് പ്രോബബിലിറ്റി ഇല്ലെങ്കിൽ, അതായത് മിനിമം പ്രോബബിലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. എന്ത് പറയാം? മിനിമം പ്രോബബിലിറ്റി. എക്സാമ്പിളും കൂടി പറയുമ്പോഴേ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവുള്ളൂ. ഓക്കെ, മിനിമം പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, അതായത് കുറഞ്ഞ സാധ്യത എത്രയാണെന്നും, രണ്ടാമത്തെ കാര്യം മാക്സിമം പ്രോബബിലിറ്റി, അതായത് കൂടിയ സാധ്യത. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് എക്സാമ്പിൾ സഹിതം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഏറ്റവും കുറഞ്ഞത് സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കുമ്പോഴും ഒരു ഐഡിയ കിട്ടേണ്ടതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ പാഠത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, എന്നാൽ കുട്ടികൾക്ക് പാഠം എടുത്ത് കഴിഞ്ഞാലും സ്കൂളിൽ നിന്നും ഈ ഒരു സംഭവം ചിലപ്പോൾ മനസ്സിലാവില്ല. കാരണം ഇത് അത് എടുത്ത് പറയുന്നില്ല ടെക്സ്റ്റ് ബുക്കിൽ. അതുകൊണ്ട് ടീച്ചേഴ്സ് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ കുട്ടികൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകാത്തത്, ഈ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നിങ്ങൾ ടീച്ചേഴ്സ് മോശമാണെന്നല്ല പറഞ്ഞത്. ടെക്സ്റ്റ് ബുക്കിൽ യഥാർത്ഥത്തിൽ ഈ സാധനം എടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെ പഠിക്കാൻ. അതുകൊണ്ട് ടീച്ചേഴ്സ് പറയണം നിർബന്ധമൊന്നുമില്ല. അവരെന്ത് ചെയ്യണം, കുട്ടികൾക്ക് പഠിപ്പിക്കണം തോന്നിയാൽ മാത്രം അത് പറഞ്ഞുതരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സമയം കളയാതെ പോകാം. ഒരു ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ബോക്സിൻ്റെ ഉള്ളിൽ 10 വൈറ്റ് ബോളുകളുണ്ട്. 10 വൈറ്റ് ബോളുകളുണ്ട്, വെളുത്ത പന്തുകളുണ്ട് എന്ന് വിചാരിക്കുക. അതിൽ നിന്നും ഞാൻ ഒരെണ്ണത്തെ പിക്ക് ചെയ്യണം, ഒരെണ്ണം എടുക്കുകയാണ്. ഞാൻ എടുക്കുന്നത് ബ്ലാക്ക് ആവാനുള്ള സാധ്യത എത്രയാണ് ചോദിച്ചാൽ വല്ല സാധ്യത ഉണ്ടാവുമോ കുട്ടികളെ? ഒരു സാധ്യതയും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സാധ്യതയും ഇല്ലെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി, സാധ്യതയെ നമുക്ക് 0 ആണ് എന്ന് പറയാം. എത്രയാണ് സാധ്യത? 0 ആണെന്ന് പറയാം. എന്നാൽ മാക്സിമം പ്രോബബിലിറ്റി, പരമാവധി സാധ്യത, അതായത് അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ബോക്സിൻ്റെ ഉള്ളിലുള്ളത് 10 വൈറ്റ് ബോളുകളാണെങ്കിൽ അതിൽ നിന്നും ഞാനൊരു ബോൾ കണ്ണടച്ചിട്ട് ഞാൻ അതിൽ നിന്നൊരു ബോൾ എടുക്കുകയാണെങ്കിൽ അത് വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയെന്ന് ചോദിച്ചാൽ, വെളുത്ത പന്താവാനുള്ള സാധ്യത എന്ന് ചോദിച്ചാൽ അത് 100%. ശരിയല്ലേ? 100% സാധ്യതയുണ്ട്. അത്തരത്തിൽ 100% സാധ്യതയുണ്ടെങ്കിൽ അതിനെ നമ്മൾ നമ്പേഴ്സിലാക്കി പറയുമ്പോൾ 1 എന്നാണ് പറയുക. എത്രയെന്നാണ് പറയുക? 1. അപ്പോൾ മക്കളെ, ഏറ്റവും കുറഞ്ഞ സാധ്യത 0-ഉം ഏറ്റവും കൂടിയ സാധ്യത 1-ഉമാണ് എന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക. അതായത് മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നു, ഈ പാഠത്തിലെ ഒരു ഉത്തരവും 0-ത്തേക്കാൾ ചെറുതാവുകയോ 1-നേക്കാൾ വലുതാവുകയോ ചെയ്യില്ല. 0 <= പ്രോബബിലിറ്റി എന്നിങ്ങനെ എഴുതാം. സാധ്യത <= 1. ഇതിൻ്റെ അർത്ഥം 0-നോട് ഒന്നില്ലെങ്കിൽ സാധ്യത ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ 0-നെക്കാട്ടിയും വലുതായിരിക്കും. മനസ്സിലായി? അല്ലെങ്കിൽ എന്താണ്? 1-നോട് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ 1-നേക്കാൾ ചെറുതായിരിക്കും. ചില ഉദാഹരണങ്ങളും കൂടി പറയാം. ഇതൊരു ഉദാഹരണം കേട്ടോ, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒന്നാമത്തെ ഉദാഹരണമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു ഉദാഹരണം പറഞ്ഞു തന്നാൽ, ഒരു കോയിൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു കോയിന് കിട്ടാൻ സാധ്യതയുള്ളത് ഹെഡ്, ടെയിൽ, ഇത് രണ്ടെണ്ണം അല്ലേ? ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് ചോദിച്ചാൽ 1/2 ആണെന്ന് നമുക്ക് പറയാം. ടെയിൽ കിട്ടാനുള്ള സാധ്യത എത്രയാണ് ചോദിച്ചാൽ 1/2 ആണെന്ന് പറയാം. ഈ രണ്ട് സാധ്യതകളിലേക്ക് നിങ്ങളൊന്ന് നോക്ക്. 1/2 പറഞ്ഞാൽ 0.5, ഇത് രണ്ടിൻ്റെ ഇടയിലല്ലേ?
0ത്തിൻ്റെയും 1ൻ്റെയും ഇടയിലേ ഇതിലെ ചോദ്യത്തിൽ ഉത്തരം കിട്ടാൻ പാടുള്ളൂ. അല്ലാണ്ട് 10 വൈറ്റ് ബോളുകളുണ്ട്, കണ്ണടച്ച ഒന്നെടുത്താൽ വൈറ്റ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയാണ്? 1 എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ 10 എന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മനസ്സിലായ കുട്ടികളെ? 1 ഇവിടുത്തെ സാധ്യത 10 എന്ന് പറയരുത്. ഇത് എന്തായാലും വൈറ്റേ കിട്ടുള്ളൂ പറഞ്ഞാൽ 100% ഉണ്ടെങ്കിൽ അതിൻ്റെ സാധ്യത 1 എന്നാണ് പറയേണ്ടത്. ശരി, ഇനി അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടാമതൊരു എക്സാമ്പിളാക്കി ഞാൻ കോയിൻ്റെ കാര്യം വെച്ചു. മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞുതരാം. മൂന്നാമത് നമുക്കൊരു ഡൈസിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഡൈസ് നോക്കാം. നമ്മളൊരു ഡൈസ് എടുത്തിട്ടുണ്ടെന്ന് വെക്കാം. ഈ ഡൈസിന് എത്ര ഫേസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫ്രണ്ടിലൊരു ഫേസ് ഉണ്ട്, മേലെ ഒരു ഫേസ് ഉണ്ട്, താഴെ ഒരു ഫേസ് ഉണ്ട് 3, ഇവിടെ 4, ഈ സൈഡിൽ 5, ഇതിൻ്റെ ബാക്ക് സൈഡിൽ 6. ഇതിൽ 1 കിട്ടാനുള്ള സാധ്യത 1/6 ആണ്, 2 കിട്ടാനുള്ള സാധ്യതയും 1/6 ആണ്, 3 കിട്ടാനുള്ള സാധ്യതയും 1/6 ആണ്. ഏതൊരു ഫേസ് എടുത്താലും അതെല്ലാം കിട്ടാനുള്ള പ്രോബബിലിറ്റി സെയിം ആണ്. ഇപ്പോൾ ഹെഡും ടെയിലും കിട്ടാനുള്ള സാധ്യത ഒരേതുപോലെ തന്നെ നമ്മൾ ഡൈസ് എറിഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 6 വരെയുള്ള ഏത് നമ്പർ കിട്ടാനും ഒരേ സാധ്യതയാണ്. അപ്പോൾ ഈ നമ്പറുകളെല്ലാം ആരിൻ്റെ ഇടയിലാണ്? 0ത്തിൻ്റെയും 1ൻ്റെയും ഇടയിലാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഈ പാഠത്തിലെ എല്ലാ ഉത്തരങ്ങളും 0ത്തിൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണെങ്കിൽ ബേസിക്കിൽ 4. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഒരു എക്സാമ്പിളും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി ഞാൻ ബേസിക്കിൽ 4ാമതായി പഠിക്കാനുള്ളത്, അതാണ് ശരിക്കും ബേസിക്കിൽ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ടീച്ചർമാർ പറഞ്ഞു തരിക. ആദ്യം തന്നെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പ്രോബബിലിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് പറയാം, അല്ലെങ്കിൽ ഈവൻസ് പറയാം, എന്തെഴുതിയാലും കുഴപ്പമില്ല. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് അല്ലെങ്കിൽ ഈവൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ സാധ്യത എന്ന് പറഞ്ഞാൽ ആവശ്യമായവയുടെ എണ്ണം ബൈ ആകെ എണ്ണം. ആവശ്യമായവയുടെ എണ്ണം ബൈ ആകെ എണ്ണം. ശരി, ഇത്രയും ഈ 4 കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യുക? ഇതിനൊരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. ഈ ഇക്വേഷൻ ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ 3 ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. 4ാമതൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. അത് അടുത്ത പേജിൽ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം ഇത്രയും കാര്യങ്ങളൊന്നും എഴുതി വെക്കി. ഇനി ഇതിൻ്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ എഴുതിയോ? പക്കയാണോ? ഇത്രയും കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ വോയിസ് ഓൺ ആക്കിയിട്ട് ധൈര്യമായിട്ട് ചോദിക്കാം. ശരി, ആരും ലെഫ്റ്റായി പോകണ്ട. കുറേ ആൾക്കാർ ഇങ്ങനെ ലെഫ്റ്റായിട്ടൊക്കെ പോകുന്നുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിൻ്റെ കാര്യം നിങ്ങളാ നോക്കണ്ടേ. ഞാൻ പറഞ്ഞല്ലോ 10 മാർക്ക് കുറഞ്ഞത് ഈ പാഠത്തിന് കിട്ടും. പബ്ലിക് എക്സാമിന് വരെ ഞാൻ പറഞ്ഞല്ലോ 6 or 7 മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു പാഠമാണ്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാഠമാണ്. കളയണ്ട. നമ്മളിങ്ങനെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ പറഞ്ഞു തരുന്നത്. സമയം കളയാനില്ലാത്തത് കൊണ്ടല്ലേ. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ശരി മക്കളെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത കാര്യം പറയാട്ടോ. നോക്കാം. ഞാനൊരു എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞായിരുന്നു. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് തിരിച്ചു പോവുക. അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. എടാ, ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക്
ഒരു 6 വൈറ്റ് ബോളുകൾ ഉണ്ട് വിചാരിക്കുക. വെളുത്ത പന്തുകൾ എത്ര ഉണ്ട്? 6 എണ്ണം ഉണ്ട്. 4 ബ്ലാക്ക് ബോളുകൾ, കറുത്ത പന്തുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ്, ഇങ്ങനെയാണ് എഴുതുക ശരിക്കിട്ടാ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾസ് ഈക്വൽ ടു, എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഇക്വേഷൻ പഠിച്ച് നമ്പർ ഓഫ് ഫേവറബിൾ ഇവൻറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവൻറ്റ്സ്. എടാ ഇതിൽ മൊത്തത്തിൽ എത്ര ബോൾ ഉണ്ട് വെച്ചാൽ 6ഉം 4ഉം കൂടി കൂട്ടിക്കഴിഞ്ഞ് പറഞ്ഞാൽ 10 ബോൾ ഉണ്ട്, ശരിയല്ലേ? 10 ബോളുകളാണുള്ളത് ആകെ. അത് നമുക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആണ് ഇതിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ വൈറ്റ് ബോളാണ്. ആവശ്യമായതിൻ്റെ എണ്ണം 6 എണ്ണമാണ്. അപ്പോൾ 6 എന്ന് എഴുതുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ എണ്ണം 10 എണ്ണമാണ്. അതാണ് ടോട്ടൽ നമ്പർ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവില്ല മലയാളംകാർ എങ്ങനെ എഴുതുക? വെളുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത. എടാ നിങ്ങൾ ഇങ്ങനെ എഴുതണ്ട കേട്ടോ, ചുരുക്കി വെറുതെ എഴുതി ശീലിക്കണ്ട, ഇങ്ങനെ എഴുതി ശീലിക്കണം പരീക്ഷയ്ക്കൊക്കെ. എന്നിട്ട് ഇതിനെ ചുരുക്കി എഴുതുക. 6ന്റെ പകുതി 3 10ന്റെ പകുതി 5 ചുരുക്കി എഴുതി കഴിഞ്ഞാൽ ഉത്തരമായി കഴിഞ്ഞു. ഇനി നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ്, ഇങ്ങനെയാണ്. ഇത് ചുരുക്കി എഴുതുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ എഴുതേണ്ടത്, പ്രോബബിലിറ്റി ഓഫ് എന്ത്? വൈറ്റ് ബോൾസ് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? ബ്ലാക്ക് ബോൾസ് ആണ് കിട്ടാൻ സാധ്യത. നമ്മൾ കണ്ണടച്ച് ഒരെണ്ണം എടുക്കുകയാണ്. അങ്ങനെയാണെന്നെങ്കിൽ നമുക്ക് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത്, ബ്ലാക്ക് ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണമാണ് ഉള്ളത്. അപ്പം 4/10, അതായത് 2/5. 2/5. ഓക്കെ, ഈ എക്സാമ്പിളും കൂടി ഒന്ന് എഴുതി വയ്ക്കും മക്കളെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളിലേക്ക് പോവാം. നിങ്ങൾ കൈയോടെ എഴുതേണ്ടതെന്ന് എനിക്കറിയാം. ഇനി ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ്? എഴുതാനാണ് നമ്മൾ സമയം തരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു യഥാർത്ഥ എക്സാമ്പിൾ എന്ന് പറയുന്നത്. 6 വൈറ്റ് ബോളും 4 ബ്ലാക്ക് ബോളും ഒരു ബോക്സിൻ്റെ ഉള്ളിലുണ്ട്. കണ്ണടച്ച് നമ്മൾ അതൊന്നൊന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏത് കിട്ടാനുള്ള, അതായത് വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ പറയുന്നത്. ഇനി ഞാൻ നേരെ ഒന്ന് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോവുകയാണേ. യെസ്, ഇവിടെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഇതാ പാഠത്തിൻ്റെ ഹെഡിങ് ഒക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഇവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. കുറച്ച് താഴെ പോയാൽ ഇതാ പേജ് നമ്പർ 74 ഏറ്റവും അവസാന ഭാഗത്തൊരു ചോദ്യം കാണുന്നുണ്ട്. ഈ ചോദ്യമാണ് ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്ത് ചെയ്ത ചോദ്യം. ഒരു ബോക്സിൻ്റെ ഉള്ളിൽ 6 ബ്ലാക്ക് ബോളുകളും 4 വൈറ്റ് ബോളുകളും ഉണ്ട്. ഇഫ് എ ബോൾ ഈസ് പിക്ഡ് ഫ്രം ഇറ്റ്, ഇതിൽ നിന്നും ഒരു പന്ത് എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ബ്ലാക്ക്, ബ്ലാക്ക് ആവാനുള്ള സാധ്യത, കറുത്ത പന്താവാനുള്ള സാധ്യത എത്രയാണ്? ആൻഡ് പ്രോബബിലിറ്റി ഓഫ് വൈറ്റ്, വൈറ്റ് ബോൾ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഇതിൻ്റെ ഉത്തരമാണ് മക്കളെ നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അവിടെ 2 ചോദ്യം കൂടി ഉണ്ട്.
അതും കൂടി ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത ഭാഗത്തേക്ക് ഇതിൽ തന്നെ ഇനി ഈ നമ്പർ പ്രോബബിലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിനെക്കാട്ടി ഇത്തിരി കൂടി വലിയ വലിയ പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഒരു സിമ്പിളായ സാധനങ്ങൾ നോക്കാം. ഞാൻ 2 മാർക്കിനൊക്കെ ചോദിക്കും പറഞ്ഞത് ഈ സാധനമാണ് കേട്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണേ. ശരി, നോക്കാം. എ ബാഗ് കണ്ടെയ്ൻസ്, മലയാളം മീഡിയംകാരെ ടെക്സ്റ്റ് ബുക്ക് അടുത്ത് വെക്കണം. ഞാൻ അർത്ഥം പറഞ്ഞു തരുന്നുണ്ട്. അതിപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിന് മാത്രം പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അർത്ഥം പറഞ്ഞു തരണം. അപ്പോൾ മലയാളത്തിൽ അർത്ഥം പറയുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ബാഗ് കണ്ടെയ്ൻസ് 3 റെഡ് ബോൾസ് ആൻഡ് 7 ഗ്രീൻ ബോൾസ്. അപ്പോൾ ഒരു ബാഗിനുള്ള എന്തൊക്കെയുണ്ട്? 3 റെഡ് ബോളുകളും 7 ഗ്രീൻ ബോളുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബാഗ് പോലെ ഒരു ബോക്സ് അങ്ങോട്ട് വരയ്ക്കുക. 3 റെഡ് ബോളാണ് നമ്മുടെ കയ്യിലുള്ളത്, 7 ഗ്രീൻ ബോളാണുള്ളത് എന്ന് മനസ്സിലായി. അനദർ കണ്ടെയ്ൻസ് 8 റെഡ് ആൻഡ് 7 ഗ്രീൻ. ഇനി ഒരു ബാഗ്, ഇതിപ്പോൾ ബാഗ് 1 എന്ന് കൊടുക്കാം നമുക്ക്. ഇനി രണ്ടാമത്തെ ഒരു ബാഗ് 2, ബാഗ് 2 എന്ന് കൊടുത്തു ഞാൻ. ബാഗ് 2വിൽ നമുക്ക് എന്ത് ചെയ്യാം? 7 ഗ്രീനും അതേപോലെ 8 റെഡും 7 ഗ്രീനും, ഇത്രയും കാര്യങ്ങളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഇഫ് എ ബോൾ ഈസ് ഡ്രോ ഫ്രം ദ ഫസ്റ്റ് ബാഗ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ഈസ് റെഡ്? അപ്പോൾ ഇതിന് ഞാൻ നേരെ ഉത്തരം ഇവിടെ തന്നെ എഴുതുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു? അപ്പോൾ തൽക്കാലം ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഇത് നോട്ട്ബുക്കിൽ എഴുതിയാലും മതി. ഓക്കെ, കൈയോടെ എഴുതുകയാണെങ്കിൽ എഴുതിക്കോ. എന്താണോ നിങ്ങളുടെ ഇഷ്ടം അതുപോലെ ചെയ്തോളി. പക്ഷെ നോട്ട്ബുക്കിൽ ഞാൻ നോക്കുമ്പോൾ കാണണം. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നോക്ക്, എന്താ ചോദ്യം? ഇഫ് എ ബോൾ ഡ്രോ ഫ്രം ദ ഫസ്റ്റ് ബാഗ്, ഒന്നാമത്തെ ബാഗിൽ നിന്നാണ് ബോൾ എടുക്കുന്നതെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് റെഡ്? അത് ചുവന്നതാവാനുള്ള സാധ്യത, റെഡ് ആവാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത്തേൽ എത്ര റെഡ് ഉണ്ടെന്ന് നമുക്ക് കാണുന്നുണ്ട്, 3 റെഡ്. അപ്പോൾ 3 ആകെ എത്ര ഉണ്ട്? 10. ഉത്തരം കഴിഞ്ഞു. ഇനി ഇതിന് ചെറുതാക്കാനും പറ്റില്ല, വലുതാക്കാനും പറ്റില്ല, കഴിഞ്ഞു. ഫ്രം ദ സെക്കൻഡ് ബാഗ് എന്ന് രണ്ടാമതായി ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ബാഗിൽ നിന്നും എന്തെടുക്കാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിക്കുന്നത്? റെഡ്. ഒന്നാമത്തെ ബാഗിനെ കുറിച്ച് ചർച്ച ചെയ്തല്ലോ, അതിൻ്റെ ബാക്കി. അപ്പോൾ രണ്ടാമത്തെ ബാഗിൽ നിന്നോ, രണ്ടാമത്തെ ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള, റെഡ് തന്നെയാണ് കേട്ടോ അവിടെ പറയുന്നത് റെഡിനെ കുറിച്ചാണ്. അതുകൊണ്ട് റെഡ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. റെഡ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 8 റെഡാണ് രണ്ടാമത്തെ ബാഗിലുള്ളത്. 8ഉം 7ഉം കൂടി കൂട്ടിയ ടോട്ടൽ 15 എണ്ണമാണ് ഇതിനുള്ളിലുള്ളത്. അപ്പോൾ 8/15 കഴിഞ്ഞു. അടുത്ത ആരാണ്? The balls in both bags are put together in a single bag. ഈ 2 എണ്ണത്തെയും കൂടി മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്യണം വെച്ചാൽ ഒരു ബാഗിൻ്റെ ഉള്ളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ 3 റെഡും 8 റെഡും കൂടി കൂട്ടിയാൽ മൊത്തം 11 റെഡായി മാറും ആ ബാഗിൽ. 7 ഗ്രീനും ഇവിടത്തെയും 7 ഗ്രീനും കൂടി കൂട്ടിയാൽ 14 ഗ്രീനായി മാറും. മൊത്തത്തിൽ 25 ബോളായി മാറും. അപ്പോൾ മക്കളെ, അങ്ങനെയാണെങ്കിൽ ഇഫ് എ ബോൾ ഡ്രോ ഫ്രം ദിസ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് റെഡ്? അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് ചോദിച്ചാൽ, ഇതിലെത്ര റെഡ് ഉണ്ട്? 11 റെഡാണുള്ളത്. അപ്പോൾ 11 ഡിവൈഡഡ് ബൈ എത്രയാണ് ടോട്ടൽ? 25. കഴിഞ്ഞു ഉത്തരം. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഈ ക്ലാസ്സിൽ കൃത്യമായി പങ്കെടുക്കാത്ത ആൾക്കാരാണ് ക്ലാസ്സിൽ ഇവിടെ വന്നിട്ട് സാർ ഓൺലൈൻ ക്ലാസ് എടുത്തൊന്നും മനസ്സിലായില്ല എന്ന് പറയുക. മനസ്സിലായില്ലേ? അത് കറക്റ്റായിട്ട് ക്ലാസ് ശ്രദ്ധിക്കണവർക്ക് ഈ കാര്യമൊക്കെ പിടുത്തം കിട്ടും. ക്ലാസ്സിൽ ശ്രദ്ധിക്കാണ്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും തിന്നണതിൻ്റെ ഇടയിൽ ഈ ക്ലാസ്സൊക്കെ കാണുന്നതിന് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ക്ലാസ് എങ്ങനെ മനസ്സിലാക്കുക? തിന്നണോണ്ട് കുഴപ്പമൊന്നുമില്ല, ക്ലാസ് ശ്രദ്ധിക്കണമെന്ന് മാത്രം കേട്ടോ. ഞാനും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മുന്നത്തെ ഒന്നുകൂടി പറയുക വെച്ചിട്ടുണ്ട്. ആ ആളൊന്ന് വോയിസ് ഓൺ ആക്കിയിട്ട് പറയും. എപ്പോഴാണോ ക്ലാസ്സിൽ വന്ന് കയറിയത്? വോയിസ് ഓൺ ആക്കിയിട്ട് പറഞ്ഞോ. മൂന്നാമത്തെയാ? ഞാൻ ഇപ്പൊ 2ാമത്തേൽ എത്തിയിട്ടുള്ളൂ.
ആ ഓക്കെ പറഞ്ഞു. അതായത് ഈ മൂന്നാമത്തേത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ബോൾസ് ഇൻ ബോത്ത് ബാഗ്സ് ആർ പുട്ട് ഇൻ ടുഗദർ. എടാ ഈ രണ്ട് ബാഗിൽ ഉള്ള ബോളുകളെ മൊത്തത്തിലെടുത്തിട്ട് വേറെ ഒരു ബാഗിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി നിറയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും റെഡ് കിട്ടാനുള്ള സാധ്യത എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേൽ എത്ര റെഡ് ഉണ്ടായിരുന്നു? 3 എണ്ണം. അടുത്തതിൽ എത്ര റെഡ് ഉണ്ടായിരുന്നു? 8 എണ്ണം. അത് രണ്ടും കൂടി കൂട്ടിയ 11 റെഡായി. മൊത്തം നമ്മൾ 2 ബാഗത്തെയും കൂടി ഒരു ബാഗിൽ കൊണ്ടുപോയി ഇടുകയാണെങ്കിൽ ഒന്നാമത്തെ ബാഗിൻ്റെ ഉള്ളിൽ 7 ഗ്രീന്, രണ്ടാമത്തെ ബാഗിൻ്റെ ഉള്ളിൽ 7 ഗ്രീൻ. അപ്പോൾ 7 കൂടി കൂട്ടിയ 14 ഗ്രീനായി. ഇനി ഇതിൽ നിന്നും റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് നിങ്ങളടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 11 നമുക്ക് ആവശ്യമായവയുടെ എണ്ണം. നമ്പർ ഓഫ് ഫേവറബിൾ, നമുക്ക് ഇവിടെ ഫേവറബിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് റെഡ് ആണോ എന്നല്ല ചോദ്യം. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നതാണ്? ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? റെഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ റെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായത് 11 എണ്ണമാണ്. അപ്പോൾ 11 മേലെ എഴുതിയിരിക്കുന്നത്. താഴെ നമുക്ക് 25 എഴുതാൻ കാരണം ടോട്ടൽ എണ്ണം കൂട്ടുമ്പോൾ 25 വരുന്നത്. ചോദിച്ചാൽ പറ, ക്ലിയർ ആയോന്ന്? എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ മൂന്നാമത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കണം. എ ബാഗ് കണ്ടെയ്ൻസ്. ഇതൊന്ന് ഹോംവർക്ക് ചെയ്യുമോ ഈ സാധനം? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിലേക്ക് പോവാം. ഇതൊന്ന് ഹോംവർക്ക് ചെയ്യണം കേട്ടോ. ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ചെയ്യണം. ഒരു ബാഗിൻ്റെ ഉള്ളിൽ 3 റെഡും 7 ഗ്രീനും ഉണ്ട്. വേറൊരു ബാഗിൻ്റെ ഉള്ളിൽ വൺ മോർ പറഞ്ഞാൽ ഓരോന്നുണ്ട് എന്നല്ല അർത്ഥം. എന്താ അർത്ഥം? ഇവിടെ 3 ഉണ്ടെങ്കിൽ അവിടെ 4 ഉണ്ട് എന്ന്, ഇവിടെ 7 ഉണ്ടെങ്കിൽ അവിടെ 8 ഉണ്ട് എന്ന്. അവർ എണ്ണം പറയാണ്ട് നമ്മളെ കളിപ്പിക്കുകയാണ്. ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ. ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ഫ്രം വിച്ച് ബാഗ് ഈസ് ഗ്രേറ്റർ. ഏത് ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് കൂടുതൽ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, നേരിട്ട് വരുന്ന സമയത്ത്. ശരി, അപ്പോൾ ഹോംവർക്ക് തന്നിട്ട് പിന്നെ എല്ലാം പറഞ്ഞു തന്നാൽ പിന്നെ അതിൽ അർത്ഥമില്ലല്ലോടാ. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ ഇതിൽ തന്നെ നമുക്ക് എഴുതാൻ സ്ഥലമില്ല. ശരി, എന്തായാലും എനിക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അതിൽ നോക്കിയാൽ മതി കേട്ടോ. ഇത്തിരി ചെറുതായിട്ടായിരിക്കും കാണുണ്ടാവുക, എന്നാലും ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഏതാ പേജ് നമ്പർ? പേജ് നമ്പർ 76 കേട്ടോ. നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In each of the problems below, compute the probability as a fraction and write it in decimal form and as a percent ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിളാണ്. ഞാനൊരു കുറച്ചെണ്ണം പറഞ്ഞു തന്നാൽ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ആദ്യം ഒരെണ്ണം പറഞ്ഞു തന്നാൽ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും തോന്നുന്നു. നോക്കാം നമുക്ക്. If one number from 1, 2, 3, etc. 10 is chosen, what is the probability that it is a prime number? നോക്കിക്കോ, പ്രൈം നമ്പറിൻ്റെ കാര്യം നമ്മൾ ബേസിക് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ്. ആ കാര്യം ഓർമ്മയുണ്ടാവണം, ശ്രദ്ധിക്കണം. 1 മുതൽ, അപ്പോൾ നമ്മൾ എന്തു പറഞ്ഞാലും ബോക്സ് വരയ്ക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അത് നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട് വിചാരിക്കുക. ആ ബോക്സിൻ്റെ ഉള്ളിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇത്രയും നമ്പറുകളാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് നമ്പർ ആവാൻ? പ്രൈം നമ്പർ ആവാൻ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എന്താ പ്രൈം നമ്പർ പറഞ്ഞാൽ? പ്രൈം നമ്പറിൻ്റെ മലയാളം അഭാജ്യ സംഖ്യ. അഭാജ്യ സംഖ്യ. അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഇതിൽ ആരൊക്കെയാണ് അഭാജ്യ സംഖ്യ ഉള്ളത്? നമുക്കൊന്ന് റൗണ്ട് ചെയ്യാം.
2 ഒരു പ്രൈം നമ്പറാണ്, 3 ഒരു പ്രൈം നമ്പറാണ്, 5 ഒരു പ്രൈം നമ്പറാണ്. പിന്നെ ആരാ അതിൽ പ്രൈം നമ്പർ ഉള്ളത്? ഒന്ന് പറയാൻ നോക്കട്ടെ, ഒന്ന് ടൈപ്പ് ചെയ്യ്. 2, 3, 5 ഓരോ പ്രൈം നമ്പറാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ ഏതൊക്കെ പ്രൈം നമ്പർ ഉണ്ട്? 7 എന്ന് പറയുന്നുണ്ട്. 7 ഒരു പ്രൈം നമ്പറാണ്. പിന്നെയോ 9 ഒരു പ്രൈം നമ്പറാണ്. ശരിയല്ലേ? എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം. ആരോ നോ പറയുന്നുണ്ട്. 11. ആരുടെ ഇത്? ആകെ 1 മുതൽ 10 വരെയുള്ളതേ അതിലുള്ളൂ. 11 പറയണത്. ആരൊക്കെയോ ക്ലാസ്സിലേക്ക് വൈകി വരുന്നുണ്ട്. തല്ലാൻ പറ്റില്ലല്ലോ എനിക്ക്. ഇതിൽ ഞാനിപ്പോൾ റൗണ്ട് ഇട്ടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റൗണ്ട് ഇട്ടയിൽ ഇവിടെ ഇല്ലാത്ത 11 കുറിച്ച് നിങ്ങൾ പറയണ്ട. 9 പ്രൈം നമ്പർ അല്ല, അതിനാണ് പ്രശ്നം. അതാരും പറയണില്ലേ, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. 9 പ്രൈം നമ്പർ അല്ല. അപ്പോൾ പ്രൈം നമ്പർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കിക്കോ, എടാ 9 പ്രൈം നമ്പർ അല്ല. ഇത് ആരിന് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. 3 നോക്ക്, 4 പറയുന്ന ആള് 2ന്റെ ടേബിൾ ഉണ്ട്, അതുകൊണ്ട് ഇപ്പം പ്രൈം നമ്പർ അല്ല. 6 പറയണത് പിന്നെ ഒരു ഈവൺ നമ്പറും പ്രൈം നമ്പർ അല്ല. ആകെ ഈവൺ നമ്പറും പ്രൈം നമ്പർ ആയ ആൾ 2 മാത്രമാണ്. മനസ്സിലാക്കി വെച്ചോളൂ, ചോദ്യമായി വരും ചിലപ്പോൾ. ഓക്കെ, ഈവൺ നമ്പറുമാണ് പ്രൈം നമ്പറാണ്. അങ്ങനത്തെ ഒരേ ഒരാളുള്ളൂ ലോകത്ത്, 2 മാത്രം. ഇനി 8 പ്രൈം നമ്പർ അല്ല, 10 പ്രൈം നമ്പർ അല്ല, 9ലേക്ക് നമ്മൾക്കൊരു നോട്ടം വരും. പക്ഷെ 9 3ന്റെ ടേബിളിൽ ഉള്ളത് കൊണ്ട് അത് പ്രൈം നമ്പർ ആവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രൈം നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര വെച്ചാൽ, പ്രോബബിലിറ്റി ഓഫ് പ്രൈം നമ്പർ, അഭാജ്യ സംഖ്യ കിട്ടാനുള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചാൽ 1, 2, 3, 4, 4 എണ്ണം. നമുക്ക് ആവശ്യമായത് 4 എണ്ണം, ആകെ ഉള്ളത് 10 എണ്ണം. എടാ മനസ്സിലായില്ലേ ഇത്? അപ്പോൾ ഇതിനെ ചെറുതാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 2/5 എന്ന് കിട്ടും. ഇനി ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വോയിസ് ഓൺ ആക്കിയിട്ട് ചോദിച്ചോ. ഞാനിത് നിൻ്റെ പേരെന്താണ്, എന്താണെന്ന് എനിക്കിത് മനസ്സിലായില്ല, അതൊന്നും ഞാൻ ചോദിക്കണില്ലല്ലോ. അപ്പോൾ നിങ്ങൾ സംശയം ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം, വോയിസ് ഓൺ ആക്കി ഡൗട്ട് ചോദിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടാൽ കാര്യം കഴിഞ്ഞു. അടുത്തതിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, നമുക്ക് 6 മണി വരെ ക്ലാസ് ഉള്ളത്. 6 മണിയാകുമ്പോഴേക്കും എത്രത്തോളം പറയാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് പറയാം. പരമാവധി പാഠത്തിൻ്റെ ടോപ്പിക്ക് നമുക്ക് ആക്കാം. പാഠം തീർക്കാം. നമ്മൾ 4 മണിക്കൂർ ക്ലാസ്സിലാണ് നമ്മുടെ ഇന്നത്തെ മേപ്പറമ്പ് ബാച്ചിൽ 4 മണിക്കൂർ ക്ലാസ് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. മുണ്ടൂരിലാണെങ്കിൽ ഇന്ന് 2 മണിക്കൂർ ഇന്നലെ ഞാൻ പ്ലാൻ ചെയ്തതും ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാരണം ഈ ബിസി ആയതുകൊണ്ട്, മൊത്തത്തിൽ ക്ലാസ്സുകളിലായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ ക്ലാസ്സിലൂടെ നമുക്ക് പരമാവധി കാര്യം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. നമ്മൾ ക്ലാസ്സിൽ എടുക്കണം, അത്ര തന്നെ എടുക്കണമല്ലോ, ഒരുപാട് ഓടിപ്പിടിച്ചെടുക്കണമൊന്നുമില്ല. ശരി, ഏതായാലും അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. അടുത്ത ടോപ്പിക്കല്ല, സോറി, അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഏതാണ്? 1 മുതൽ 100 വരെയുള്ള നമ്പറുകളാണ് എടുക്കുന്നതെങ്കിൽ, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കണേ, ഇതിൽ വളരെ ചെറുതായിട്ടാണ് നിങ്ങൾക്ക് കാണാവുക. 1 മുതൽ 100 വരെ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് 2 ഡിജിറ്റ് നമ്പർ? അത് 2 ഡിജിറ്റ് നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയെന്നാണ് ചോദിക്കുന്നത്. നോക്കാം. ടു ഡിജിറ്റ് നമ്പർ ആവാനുള്ള പ്രോബിലിറ്റി നോക്കാം കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ബോക്സിൻ്റെ ഉള്ളിൽ എത്ര ആൾക്കാരുണ്ടപ്പോൾ, എത്ര ആൾക്കാരുണ്ട്? 1 മുതൽ 100 വരെയുള്ള ആൾക്കാരുണ്ട്. 1 മുതൽ 1, 2, 3 എക്സെട്രാ 100 വരെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ടോട്ടൽ 100 ആൾക്കാരുണ്ടാവുമെന്ന് മനസ്സിലാക്കുക. ടോട്ടൽ 100 ആൾക്കാരുണ്ടാവുമെന്ന് മനസ്സിലാക്കുക. നമ്മുടേത് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഇറ്റ് ഈസ് എ 2 ഡിജിറ്റ് നമ്പർ എന്നാണ്. എടാ 2 ഡിജിറ്റ് നമ്പർ പറഞ്ഞാൽ
എവിടെ നിന്ന് മുതൽ ഏത് വരെയാണ്? 2 ഡിജിറ്റ് പറഞ്ഞ 2 ഡിജിറ്റ് പറഞ്ഞ ആരാണ്? 2 അക്കങ്ങളുള്ളവർ എന്നാണ്. 2 അക്ക സംഖ്യ. 2 അക്കം എന്ന് പറഞ്ഞാൽ 10 മുതൽ 99 വരെയുള്ള സംഖ്യകളാണ്. ശരിയല്ലേ? 10 മുതൽ 99 വരെയുള്ള സംഖ്യകളാണ്. 10 മുതൽ 99 വരെ എത്ര സംഖ്യ ഉണ്ട് എന്ന് ചോദിച്ചാൽ 90 സംഖ്യകളുണ്ട്. എത്ര സംഖ്യകളുണ്ട്? 90 സംഖ്യകളുണ്ട്. 10 മുതൽ 99 വരെ നമുക്ക് 90 സംഖ്യകളുണ്ട്. അപ്പം നമുക്ക് പ്രോബബിലിറ്റി ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ്, മലയാളം ഞാൻ പറയുന്നുണ്ട്, ചില സമയത്ത് എഴുതുന്നില്ലെങ്കിലും പറയുന്നുണ്ട്. പ്രോബബിലിറ്റി ഓഫ് 2 ഡിജിറ്റ് നമ്പർ, 2 അക്കം കിട്ടാനുള്ള സാധ്യത, 2 അക്കം കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് ആവശ്യമായത് 90 അല്ലേ? അപ്പോൾ 90 ഡിവൈഡഡ് ബൈ മൊത്തം എത്ര എണ്ണം ഉണ്ട് കുട്ടികളെ? 100 എണ്ണം അല്ലേ? 100. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 9/10 എന്ന ആൻസർ കിട്ടും. 9/10. ഇതാണ് അതിൻ്റെ ഉത്തരം. നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു 1-2 ചോദ്യം കൂടി ചെയ്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ തോന്നണം. ഏറെക്കുറെ ഇത് അത്ര എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് അങ്ങനെയൊക്കെ ഇത് മനസ്സിലാക്കി വെക്കാനുള്ള വേറെ എളുപ്പമുള്ള ഭാഗമാണ് കേട്ടോ അതൊക്കെ. എന്നാൽ ഇതിൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു സേ 2 ഡിജിറ്റ് നമ്പർ. അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു 2 ഡിജിറ്റ് നമ്പർ പറയുകയാണ്. അപ്പോൾ എനിക്ക് 2 ഡിജിറ്റ് നമ്പറിൻ്റെ കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒരു പേഴ്സൻ്റെ അടുത്ത് ഒരു 2 ഡിജിറ്റ് നമ്പർ പറയുകയാണ്. ശരി, നമുക്ക് നോക്കാം. 2 ഡിജിറ്റ് നമ്പർ പറയാൻ പറഞ്ഞാൽ എത്ര മുതൽ എത്ര വരെ പറയും? 10 മുതൽ 99 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും അയാൾക്ക് പറഞ്ഞൂടെ? ഓക്കെ, 10 മുതൽ 99 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും അയാൾക്ക് പറയാം. 10 മുതൽ ഒന്ന് ലോഡാവട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ശരി, 10 മുതൽ 99 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും പറയാം. അതായത് ടോട്ടൽ 90 നമ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട് ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് മനസ്സിലായി. 10 മുതൽ 99 വരെയുള്ള നമ്പറാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ? എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ? മക്കളെ, എന്താ പെർഫെക്റ്റ് സ്ക്വയർ? ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്ക്, ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ പ്രൈം നമ്പറിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഒന്നാമത്തെ ചോദ്യത്തിൽ വേറൊരു സബ് ക്വസ്റ്റ്യൻസിൽ തന്നെ നമ്മൾ 2 ഡിജിറ്റ് നമ്പറിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിൽ വരുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയറിനെ കുറിച്ചാണ്. ഇതെല്ലാം ബേസിക് ക്ലാസ്സിൽ നമ്മൾ ക്ലിയർ ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ ഒന്നും കൂടി പറയുകയാണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ, ആരെങ്കിലും ആ സമയത്ത് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചോ, പെർഫെക്റ്റ് സ്ക്വയർ എന്നുള്ളതിൻ്റെ മലയാളം എന്ന് പറയുന്നത് പൂർണ്ണവർഗം എന്നതാണ്. പൂർണ്ണവർഗം. ആരാണ് പെർഫെക്റ്റ് സ്ക്വയർ പറഞ്ഞാൽ? 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, പിന്നെയോ 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25. ഇങ്ങനെ പോകുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ് സ്ക്വയർ. ഇനി നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലാകെ 10 മുതൽ 99 വരെയുള്ള നമ്പറേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 10ൻ്റെയും 99ൻ്റെയും ഇടയിൽ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആരൊക്കെയെന്ന് ഞാൻ റെഡിൽ എഴുതാൻ ശ്രദ്ധിക്കണം. 16. 1 വരില്ല, 4 വരില്ല,
9 വരില്ല, കാരണം നമ്മുടെ കയ്യിൽ 10 മുതൽ 99 നമ്പറുള്ളൂ. അതിൽ ആരൊക്കെ പെർഫെക്റ്റ് സ്ക്വയർ വെച്ചാൽ 16, പിന്നെ ആരാണ് 25, പിന്നെ ആരാണ് 36, പിന്നെ ആരാണ് 49, 7ൻ്റെ സ്ക്വയർ, പിന്നെ 8ൻ്റെ സ്ക്വയർ 8 × 8 64, പിന്നെ 9ൻ്റെ സ്ക്വയർ 81, പിന്നെ 10ൻ്റെ സ്ക്വയർ 100. 100 ഇവിടെ ഉണ്ടാ ഇല്ല, 99 വരെ ഉള്ളൂ. അപ്പം നമുക്ക് ആവശ്യമായവ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 എണ്ണമേ ഉള്ളൂ. അപ്പം നമ്മൾ എങ്ങനെ എഴുതണം? പ്രോബബിലിറ്റി ഓഫ് പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ പ്രോബബിലിറ്റി, അതായത് പൂർണ്ണവർഗം കിട്ടാനുള്ള സാധ്യത എന്ന് മലയാളത്തിൽ എഴുതണം. പൂർണ്ണവർഗം കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇവിടെ 6 എണ്ണമല്ലേ ഉള്ളത്. 6 എത്ര എണ്ണമാണ് മൊത്തം ഉള്ളത്? മൊത്തം നമ്മൾ പറഞ്ഞു 10 മുതൽ 99 വരെയുള്ള സംഖ്യകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് 90 സംഖ്യകളുണ്ട്. ഇനി ഇതിനൊന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6ൻ്റെ പകുതി എന്ന് പറയുന്നത് 3 ആണ്. 90ൻ്റെ പകുതി പറയുന്നത് 45 ആണ്. ഇതിനെ വീണ്ടും ചെറുതാക്കാം, കാരണം 3ൻ്റെ ടേബിളിലുള്ള ആളാണ് 45. 3ൽ 3 ഒരു തവണയാണ്, 45ൽ 3 15 തവണയാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. 45 / 3 ഒരു 1 3 ബാക്കി 1 15. 15 എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം അല്ലേ? അപ്പോൾ എത്ര ഉത്തരം കിട്ടി? 15. മനസ്സിലായ പറഞ്ഞത്? അപ്പോൾ 1/15 ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. എല്ലാവരും എഴുതിയെടുത്തോളിയും. ഞാൻ ഇവിടെ പറഞ്ഞത് ഈ ഒരു ഭാഗത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഭാഗത്ത് പറയാൻ ശ്രമിച്ചത് എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ എന്നുള്ള ബേസിക്കാണ്. അത് മനസ്സിലായവർക്ക് ഡയറക്റ്റായിട്ട് ഈ ചോദ്യത്തിൽ റെഡിൽ എഴുതിയിരിക്കുന്ന സാധനത്തിലേക്ക് കടക്കാൻ പറ്റും. എഴുതി കഴിഞ്ഞാൽ തംസപ്പ് ഇട്ടോളി, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളി. അത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ബേസിക് എന്ന് പറയുന്ന പാർട്ട് നമ്മുടെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ പാർട്ടായ രണ്ടാമത്തെ പാർട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. ബേസിക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പഠിക്കാന്നാ പറഞ്ഞേ? ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി. ഓക്കെ, ജാമിതീയ സാധ്യത അല്ലേ? ജാമിതീയ സാധ്യത, അതിനെക്കുറിച്ച് നോക്കാം. ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നുണ്ട് നോട്ട്സ് അയക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ക്ലാസ്സിൽ പങ്കെടുത്താലേ അത് ക്ലാസ്സിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു 2 ചോദ്യം ഇവിടെ ഉണ്ട്. ആ ചോദ്യം ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം, നോക്കിക്കോളി, ശ്രദ്ധിച്ചോളി. നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ പേജ് നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും എഴുതിയാൽ മതി. ഞാൻ ക്വസ്റ്റ്യൻ എഴുതേണ്ടത് ഇമ്പോർട്ടൻ്റ് ഉള്ളത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇതാ നോക്കിക്കോ, ശ്രദ്ധിച്ചോട്ടാ. ക്വസ്റ്റ്യനും കൂടി എഴുതാനുള്ള സമയം നമുക്ക് ഇപ്പം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു സേ 3 ഡിജിറ്റ് നമ്പർ. നോക്ക്, നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ചോദ്യത്തിൽ ചർച്ച ചെയ്തത് 2 ഡിജിറ്റ് നമ്പറിനെ കുറിച്ചാണ്. ഇവിടെ പറയണത് 3 ഡിജിറ്റ് നമ്പറിനെ കുറിച്ചാണ്. അപ്പോൾ 3 ഡിജിറ്റ് നമ്പർ പറഞ്ഞാൽ എവിടെ നിന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക? 100 സ്റ്റാർട്ട് ചെയ്യും, അവസാനിക്കുന്നത് 999ലാണ്. അപ്പോൾ എത്ര നമ്പേഴ്സ് ആകെ ഉണ്ടാവും നമ്മുടെ കയ്യിൽ? 100ൻ്റെയും 999ൻ്റെ ഇടയിൽ 900 നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ചോദ്യം ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഓൾ 3 ഡിജിറ്റ്സ് ഓഫ് ദീസ് നമ്പേഴ്സ് ആർ സെയിം? ഈ 3 നമ്പറും സെയിം ആവാനുള്ള പ്രോബബിലിറ്റി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 നമ്പറും സെയിം ആവണമെങ്കിൽ അവൻ ആരായിരിക്കണം മക്കളെ? 111, പിന്നെയോ 222. കണ്ട, 3 ഡിജിറ്റും സെയിം ആണ്. പിന്നെ 333, 444, 555, 666,
777, 3 ഡിജിറ്റും സെയിം ആണ്. 888, 999. അപ്പോൾ എത്ര നമ്പറായി? 1, 2, 3, 4, 5, 6, 7, 8, 9 നമ്പറായി. ശരിയല്ലേ? അപ്പോൾ ആകെ നമുക്ക് 100 മുതൽ 999 വരെ അത്രയും നമ്പർ 900 നമ്പർ ഉണ്ട്. അതിൽ ഇവർ പറഞ്ഞ പ്രത്യേകത 3 ഡിജിറ്റും 3 അക്കങ്ങളും തുല്യമായവരാരൊക്കെ ഉണ്ട് എന്നാണ്. അപ്പോൾ 3 അക്കങ്ങളും തുല്യമായവരാരൊക്കെ ഉണ്ട് ചോദിച്ചാൽ വെറും 9 ആൾക്കാരാണ് ഉള്ളത്. എത്ര പേരിൽ? 900 പേരിൽ അല്ലേ? ഈ 9 ക്യാൻസൽ ചെയ്ത് പോയ ഇവിടെ 1 എന്ന് എഴുതിയ ഉത്തരം 1/100 എന്നാണ്. അപ്പോൾ ഇതേമാതിരി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ 2 ചോദ്യം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു ചോദ്യം ഹോംവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ ഒരു ചോദ്യം ഞാൻ പറഞ്ഞു തന്നു. ഇനി അടുത്ത ഹോംവർക്കായിട്ട് വരുന്നത് ഇവനുമാണ്. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കാരണം ഇത് ബേസിക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഹോംവർക്ക് വരുന്നത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അടുത്ത ടോപ്പിക്ക് നിങ്ങൾ പറഞ്ഞല്ലോ ജിയോമെട്രിക് പ്രോബബിലിറ്റിയാണ് എടുക്കേണ്ടത്. അതാണ് ഇതിൻ്റെ അടുത്ത ടോപ്പിക്ക്. കണ്ടോ? എന്താണ് ജിയോമെട്രിക് പ്രോബബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ എടാ നമ്മുടെ കയ്യിൽ ഇതാണ്ട ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിലുള്ളത് ഒരു സ്ക്വയറാണ്, അതിൻ്റെ ഉള്ളിലുള്ള സർക്കിളാണ്. ഞാൻ കണ്ണടച്ചൊരു കുത്തിടുകയാണെങ്കിൽ ആ കുത്ത് എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ പുറത്ത് ഇവിടെ എവിടെയെങ്കിലും ആവാം, സർക്കിളിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ആവാം, ചിലപ്പോൾ സർക്കിളിൻ്റെ ഉള്ളിലും ആവാം. ശരിയല്ലേ? അപ്പോൾ കണ്ണടച്ചൊരു കുത്തിട്ടാൽ സർക്കിളിൻ്റെ ഈ ഉള്ളിലുള്ള ഫിഗറിൻ്റെ ഇതിൻ്റെ ഈ സർക്കിളിൻ്റെ ഉള്ളിലാവാനുള്ള സാധ്യത എത്രയുണ്ട് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യണത്? ചർച്ച ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ട്രയാങ്കിളുടെ ഉള്ളിൽ നിങ്ങളൊരു സർക്കിൾ വരച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. മനസ്സിലായ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ട്രയാങ്കിളുടെ ഉള്ളിലുള്ള നമ്മളിടുന്ന കുത്ത് ട്രയാങ്കിളുടെ പുറത്താണോ, അതായത് ട്രയാങ്കിളുടെ ഉള്ളിലാണോ സർക്കിളിൻ്റെ ഉള്ളിലാണോ വരിക എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാവാനുള്ള സാധ്യതകളെക്കുറിച്ചും ഇതിൻ്റെ പുറത്താവാനുള്ള സാധ്യതകളെക്കുറിച്ചും ഒക്കെ നമുക്ക് എന്ത് ചെയ്യലുണ്ട്? പരീക്ഷയ്ക്ക് ചോദിക്കലുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം. ചോദ്യം അതാണ് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി പറഞ്ഞാൽ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രോബബിലിറ്റിയാണ്. ഇവിടെ നിങ്ങൾ ജിയോമെട്രിക് പ്രോബബിലിറ്റിയിൽ പഠിച്ചു വെക്കേണ്ട കാര്യം, ജാമിതീയ സാധ്യതയിൽ പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ജാമിതീയ സാധ്യത എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ്, ഇതാണ് ഇക്വേഷൻ, ഏരിയ ഓഫ് ഇന്നർ ഫിഗർ. എടാ ഇവിടെ ഇന്നർ ഫിഗർ എന്ന് ഉദ്ദേശിക്കുന്നത് ഉള്ളിലുള്ള ഫിഗറാണ്. ഇവിടെ ഉള്ളിൽ സർക്കിൾ അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ πr², മനസ്സിലായ? ഡിവൈഡഡ് ബൈ ആവശ്യമായത് എന്ന് പറയുന്നതിന് പകരം ഉള്ളിലുള്ളത് എന്ന് പറയും. എന്നിട്ടോ ഏരിയ ഓഫ് ഔട്ടർ ഫിഗർ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ജാമിതീയ സാധ്യത സമം ഉള്ളിലുള്ളവയുടെ പരപ്പളവ് ഡിവൈഡഡ് ബൈ പുറത്തുള്ള ഇതിൻ്റെ പരപ്പളവ്. ഇത് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതൊന്ന് എഴുതി വെക്കി. ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി പറഞ്ഞിട്ട് ഈ ഇക്വേഷൻ മാത്രം ഒന്ന് എഴുതി വെക്കി. ഓക്കെ മക്കളെ, നിങ്ങളുടെ പേരും നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്യണ പേരും ഈ ഒരു സ്ക്രീൻഷോട്ടുമായിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യണം. ഈ ഒരു ഫിഗർ ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി എടുക്കുന്ന ഈ ഒരു ചിത്രവും നിങ്ങളുടെ പേര് താഴെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പേര് ആദ്യം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നൊരു ചിത്രമായി എടുക്കണം. നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ആ സ്ക്രീൻഷോട്ട് ഒന്ന് അയക്കാൻ വേണ്ടി പറയും. അത് വെച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇല്ല എന്ന് മനസ്സിലാക്കുക. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ. സ്ക്രീൻഷോട്ട് വരില്ല. ഉമ്മർ, ഓക്കെ. ഉമ്മർ എന്നാണ് ഇതിൽ പേര് വന്നിരിക്കുന്നത്. ഉമ്മർ തന്നെയല്ലേ സംസാരിച്ചത്? ശരി.
അതാരാ? പേര് പറ. സിയാദ്. ആ ശരി. ഓക്കെ, നമുക്ക് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സമയമൊക്കെ ആയല്ലോ. വേറെ ആരാ സ്ക്രീൻ ഷെയർ ചെയ്യണ? ശരി, ഓക്കെ ആയല്ലോ അല്ലേ? ശരി, ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം കേട്ടോ. ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റിന്ന് എത്ര മാർക്കിന് ചോദിക്കും പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 3 അല്ലെങ്കിൽ 4 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടോപ്പിക്കാണ് ഇത് കേട്ടോ. ശരി, നമുക്ക് നോക്കാം. താഴേക്ക് പോവാണ്, ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഈ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് പല തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. സ്ക്രീന് കാണണ്ട മക്കളെ, ഞാൻ എൻ്റെ എന്തോ ഒരു വിഷയം വന്നല്ലോ. സ്ക്രീൻ കാണുന്നില്ല അല്ലേ? നോക്കട്ടെ, കട്ടായി നോക്കട്ടെ കേട്ടോ. ഇപ്പം ശരിയാക്കാം. പ്ലീസ് വെയിറ്റ്. ആ, വേറൊരാൾ പ്രസൻ്റ് ആയില്ലേ? എന്താടാ അത്? അതുകൊണ്ടാണ്. ഇപ്പം ശരിയായി. ശരി, അറിയാണ്ട് കൈതട്ടി ആയതായിരിക്കും, ശ്രദ്ധിക്കും. കാരണം ഒരാൾ കുളമാക്കിയ മൊത്തക്കുളം, അതാണ് കേട്ടാ. എടാ, ഈ ഒരു ചിത്രം നോക്കിക്കോട്ടാ, ഇതിൻ്റെ പ്രോബബിലിറ്റി ശ്രദ്ധിച്ചോ. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനൊരു ചിത്രമുണ്ട്. എടാ, ഇപ്പോൾ വീണ്ടും പോയാ? കാണണ്ട? ആ, ഓക്കെ, ശരി. അപ്പം ഇങ്ങനൊരു ചിത്രമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഈ ചുവന്ന, ഞാൻ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് ഈ ചുവന്നതിൻ്റെ ഉള്ളിലാവാനുള്ള പ്രോബബിലിറ്റി എത്ര? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇവൻ്റെ ഏരിയ കണ്ട, ഇവൻ്റെ ഏരിയ അതായത് ട്രയാങ്കിൾ. എടാ, ഇത് ബി ആണ്, ഇതിൻ്റെ ഹൈറ്റ് എച്ച് ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ പ്രോബബിലിറ്റി ഈക്വൽ ടു പ്രോബബിലിറ്റി, സാധ്യത സമം ഏരിയ ഓഫ് ട്രയാങ്കിൾ. പറഞ്ഞാൽ ഹാഫ് ബി എച്ച് ആണ്, ഡിവൈഡഡ് ബൈ. എടാ, ഇതിൻ്റെ ഏരിയ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് ലെങ്ത്തും ഇത് ബ്രെഡ്ത്തും ആണ്. പക്ഷെ ഞാനിവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും എടുക്കുന്നതിന് പകരം ഇവിടുത്തെ ലെങ്ത്തായിട്ട് ഞാൻ എടുക്കുന്നത് ഈ ബീനെയാണ്. ഇവിടുത്തെ ഈ ഹൈറ്റിൻ്റെ ഈ ഒരു ലെങ്ത്ത് തന്നെയല്ലേ ഹൈറ്റിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇവിടെ ഞാൻ എച്ച് ആയിട്ട് എടുക്കണം. എല്ലാം ബി എടുക്കുന്നതിന് പകരം ഞാൻ ബിയും എച്ച് കൊടുത്തു. അപ്പോൾ ബി ഇൻറ്റു എച്ച് ആയില്ലേ? അപ്പോൾ ഇവിടുത്തെ ബിയും ക്യാൻസലായി പോയി, ഇവിടുത്തെ എച്ചും ക്യാൻസലായി പോയി. ബാക്കി എന്താ ഉള്ളത്? 1/2. അതിനർത്ഥം നമ്മൾ കണ്ണടച്ചൊരു കുത്തിട്ടാൽ ഈ ഒരു ചുവന്ന ട്രയാങ്കിളിൻ്റെ ഉള്ളിലാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/2 ആണ്. അതേപോലെ ഇതിൻ്റെ പുറത്ത് ഇവിടെയും പുറത്തുണ്ടല്ലോ, ഇതിൻ്റെ പുറത്ത്. അപ്പോൾ ഇത് 1/2 ആണെങ്കിൽ ബാക്കി എത്രയായിരിക്കും വരിക? 1 - 1/2. അതായത് അതും 1/2 ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പം ഞാൻ പറഞ്ഞത് എന്ന് ഓർമ്മയുണ്ടല്ലോ? എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒരു ചിത്രം നമുക്ക് തന്നാൽ ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 1 - 1/2 കേട്ടോ. ഈ 1 - 1/2 എന്ന് എഴുതിയത് ഒന്നുമല്ല. ഒരു മിനിറ്റ്, ആരൊക്കെയോ ജോയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ 1 - 1/2 പറയാൻ കാരണം ഈ മഞ്ഞയുടെ യെല്ലോ ഭാഗത്തിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ് 1 - 1/2. ദാറ്റ് ഈസ് 1/2 എന്ന് പറഞ്ഞത്. അതായത് ഉള്ളിൽ കിട്ടാനുള്ള സാധ്യത പകുതിയാണെങ്കിൽ ബാക്കി പകുതി സാധ്യത പുറത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം പല സമയത്തും 2 മാർക്കിന് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കത്തെ ചോദ്യത്തിലേക്ക് പോവാം.
ഇതിൽ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയതാണ് ഒരു 3 എണ്ണം. അത് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞുതരാം. ഇതിൽ കുറച്ച് പണിയുള്ള കാര്യമാണ് സർക്കിൾ വരുന്ന ചോദ്യങ്ങൾ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എളുപ്പ വഴി മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഏരിയകൾ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിക്കോ, ശ്രദ്ധിച്ചോളി. ഇതിൻ്റെ ഉള്ളിൽ ഈ ഗ്രീൻ പാർട്ടിയുടെ ഉള്ളിലാവാനുള്ള സാധ്യത എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്, പ്രോബബിലിറ്റി. ഓക്കെ, ഇത് എവിടെയുള്ളത്? പേജ് നമ്പർ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ പേജ് നമ്പർ ശ്രദ്ധിക്കണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എടുക്കുന്നുണ്ടാവുമല്ലോ നിങ്ങൾ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ശരി, അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ ഞാൻ ഇതിനെ ഇങ്ങനെയും ഇങ്ങനെയും ഭാഗമാക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തായി? ഇതിൻ്റെ ഉള്ളിൽ ദാ ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ടായില്ലേ? നോക്ക് നിങ്ങൾ, ഇത് ഒരു ട്രയാങ്കിളായി, ഇത് 2. ഇതേ ഏരിയ ഉള്ള ട്രയാങ്കിൾ തിരിച്ചു വെച്ച മാതിരിയില്ലേ ഇത്? അപ്പോൾ എത്ര ട്രയാങ്കിളായി? 2 ട്രയാങ്കിൾ. ഇവിടെ 3, ഇവിടെ 4, 5, 6, 7, 8 ട്രയാങ്കിൾ ഉണ്ടായി. ഒരേ ഏരിയ ഉള്ള 8 ട്രയാങ്കിൾ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പച്ച എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഉള്ളിൽ കാണുന്ന സ്ക്വയർ കണ്ട, അതിൻ്റെ ഉള്ളിൽ ആകെ 1, 2, 3, 4 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, ഇവിടുത്തെ സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായത് ഈ 4 ട്രയാങ്കിളാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ 4 മൊത്തമുള്ളത് 8 എണ്ണമാണ്. 8, അതായത് പകുതിയാക്കി ചെറുതാക്കിയാൽ 1/2 എന്ന് ഉത്തരം കിട്ടും. ഇതൊരു ട്രിക്കി മെത്തേഡ് മാത്രമാണ്. ഇതിന് ശരിയായ രീതിയിൽ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് നേരിട്ട് ക്ലാസ്സിൽ വരുമ്പോൾ വേണമെങ്കിൽ അത് ചെയ്യാം, എന്തെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ഞാൻ വിശദീകരിച്ച് തരാം. എന്തായാലും സർക്കിളിൻ്റെ നമ്മൾ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ തൽക്കാലം നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നോട്ട് ബുക്കിലേക്ക് വരച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനി നമ്മുടെ ഇയാളാണ്. ഇയാളെ നമ്മൾ എങ്ങനെയാണ് അങ്ങനെ ഭാഗിക്കാൻ പറ്റണവരിനെ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇയാളെ ഭാഗിക്കണമെങ്കിൽ ഈ സെൻറ്ററിൻ്റെ നേരിക്കായിട്ട് ഇവിടെ ഒരു സെൻറ്ററിൽ ഒരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ ഇങ്ങനെയും ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെയും അതേപോലെ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെയും ഞാനൊരു ലൈൻ യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരേ മാതിരത്തെ ട്രയാങ്കിൾ 1, 2, 3, 4, 5, 6 ട്രയാങ്കിൾ ഉണ്ടായില്ലേ? നമുക്ക് ആവശ്യമായ ഇവിടെ എണ്ണം 3 ആണ്, ആകെ 6 എണ്ണമാണ്. അപ്പോൾ ഉത്തരം എത്രയായി? 1/2. ഒരു കാര്യമുണ്ട്, ഇങ്ങനത്തെ ചിത്രം വരുമ്പോൾ 1/2 ഉത്തരം വരുള്ളൂ എന്ന് വിചാരിക്കേണ്ട. എന്തും ഉത്തരമൊക്കെ വരാം, പക്ഷേ മാക്സിമം കൂടുതലും 1/2 ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എല്ലാം 1/2 ആണ് ഉത്തരം വരാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് 2 ഓക്കെ അല്ലേ? ശരി, എന്താ ഓക്കെ അല്ലേ? നിങ്ങളൊന്നും പറയണില്ലല്ലോ. ശരി, പോയിട്ടില്ലല്ലോ, പ്രശ്നം വന്നിട്ടുണ്ടല്ലോ. ഓക്കെ ആണല്ലോ. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കാര്യങ്ങൾ വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് നമ്മൾ. ആരൊക്കെയാണ് അടുത്തത്? നമുക്കൊരു സ്റ്റാറിനെ കാണാം. സ്റ്റാർ. ഈ സ്റ്റാറിനെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാർട്ട് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ പാർട്ട് ചെയ്യാൻ പറ്റുക? ഇവനായിട്ട് ജോയിൻ ചെയ്തു, ഇവനെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ജോയിൻ ചെയ്തു, ഇവനെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് കുറച്ച് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടായി. 1, 2, 3, 4, 5, 6 എണ്ണം പുറത്ത് അല്ലേ? പിന്നെയോ 7, 8, 9, 10, 11, 12.
അപ്പം നമുക്ക് ആവശ്യമുള്ളത് ഉള്ളിലുള്ളത് 6 എണ്ണം, ആകെ ഉള്ളത് 12 എണ്ണം. അപ്പോൾ ഇവിടുത്തെ പ്രോബബിലിറ്റി എത്രയാണ്? 1/2. മിനിമം ഇവിടെ നിങ്ങൾ പ്രോബബിലിറ്റി ഈക്വൽ ടു എന്നെങ്കിലും എഴുതണേ, സാധ്യത സമമെന്നെങ്കിലും എഴുതണേ, ശ്രദ്ധിക്കണം. ഈ സ്റ്റാറിൻ്റെയൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യലാണ് നല്ലത്. മറ്റേത് സ്റ്റെപ്പ് വഴി ചെയ്യാൻ ഇത്തിരി ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റാറിൻ്റെ. ബാക്കിയുള്ളത് വലിയ പ്രശ്നമല്ല. കാരണം ഇത് ഹെക്സഗണാണ് ഈ ഉള്ളിൽ കാണുന്നത്. അപ്പോൾ ഹെക്സഗണിൻ്റെ ഏരിയ കണ്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം. ഇനി നമ്മൾ സർക്കിളിൻ്റെ കാര്യത്തിലേക്ക് കിടക്കണം കേട്ടോ. ഒരു ഐഡിയ, ഈ സർക്കിളിൻ്റെ 2 ചോദ്യവും നേരിട്ട് ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയാൽ ഞാൻ പറഞ്ഞുതരാം. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ച് പറയാനുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ സർക്കിളിൻ്റെ ഇങ്ങനെ തന്നെ ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ചോദ്യം 4-ാമത്തെ 5-ാമത്തെ സർക്കിളിൻ്റെ ഉള്ളിൽ സ്ക്വയർ വരുന്നത് 1, മറ്റൊന്ന് സ്ക്വയറിൻ്റെ ഉള്ളിൽ സർക്കിൾ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ പഠിക്കണം, നന്നായി എഴുതി പഠിക്കണം. അപ്പം ഞാൻ നേരിട്ട് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 2-ാമത്തെ ടോപ്പിക്കും കഴിഞ്ഞു മീൻസ് ഈ 2 ചോദ്യം കൂടി ചെയ്യാനുണ്ട്, ഓർമ്മ വേണം. ആ സ്ഥലമൊന്നും വിടണ്ട, നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം പറയാം. ശരി, എന്നാൽ നമ്മളിനി കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, സമയം കളയുന്നില്ല, അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. പെയേഴ്സ്, അതായത് നമ്മുടെ പാഠത്തിൻ്റെ അവസാന ടോപ്പിക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പെയേഴ്സ് നോട്ട് ഗ്രൂപ്പിലൊന്നും ഇടില്ല, പിന്നെന്തിനാ ക്ലാസ് എടുക്കണത്? സ്ക്രീന് കാണില്ല, അത്രയും വലുതാക്കിട്ടോ. ഈ ചെക്കനെയൊന്നും കാണില്ല എനിക്ക്. അസീസേ, ആ ശ്രദ്ധിച്ചോ, നമ്മൾ ക്ലാസ്സിൽ കറക്റ്റായിട്ട് കാര്യം പറയുന്നുണ്ട്. പിന്നെ അവസാനം ക്ലാസ് കഴിയാനാകുമ്പോൾ നോട്ട് ഗ്രൂപ്പിലിട വെച്ചാൽ ഞാൻ ഗ്രൂപ്പിൽ പരമാവധി എൻ്റെ കയ്യിൽ കിട്ടിയ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് തരാം. പക്ഷേ എങ്കിലും നിങ്ങൾ ക്ലാസ്സിൽ എഴുതിയതാണ് നോട്ട്, അതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ആ കാര്യം ശ്രദ്ധിച്ചോളി. പെയേഴ്സ് നമുക്ക് ചോദ്യങ്ങളിലൂടെ അത് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഈ പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പെയേഴ്സ്. ഞാൻ പറഞ്ഞു പെയേഴ്സ് എന്നുള്ള ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 4 അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ചോദ്യം, അത് ഓണപ്പരീക്ഷയിലായാലും ക്രിസ്മസ് പരീക്ഷയിലായാലും SSLC പരീക്ഷയിലായാലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പെയേഴ്സ് ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ പെയേഴ്സ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ 2 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. ഓക്കെ, ആ 2 എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നോക്കിക്കോ, പെയേഴ്സ് പറഞ്ഞാൽ തന്നെ ജോഡികളാണ്, ഒരുമിച്ചെടുക്കുക. ഞാൻ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും ഇല്ലേ, നമുക്ക് പറഞ്ഞാലേ കാര്യം മനസ്സിലാവുള്ളൂ. അതായത് ക്വസ്റ്റ്യൻ ചെയ്താലേ ഇതിലെ കാര്യം മനസ്സിലാവുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടെ ഇങ്ങനെ കുട്ടികളുടെ കഥയൊക്കെ പറയുന്നുണ്ട്, അത് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനായിട്ട് വേറെ ചോദ്യം ഉണ്ട്, അതിലൂടെ നമുക്ക് പറയാം. യെസ്, നോക്കാം. ഇതാ രജനി എന്ന് പറയുന്ന പെണ്ണിനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ രജനീകാന്ത് അല്ല, ഇതൊരു പെണ്ണാണ് രജനി. കാരണം എന്താ വെച്ചാൽ നെക്ലസിനെ കുറിച്ചാണ് കഥ. അപ്പം രജനി, ഈ പെൺകുട്ടികളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ആകെ ഒരു 2-3 നെക്ലസും ഉണ്ടാവും, 2-3 ഇയറിങ്സും ഉണ്ടാവും. നെക്ലസും ഉണ്ടാവും, ഇയറിങ്സും ഉണ്ടാവും. ഇതിനെ മാറ്റി മറിച്ചു വിടുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. പെൺകുട്ടികളാണ് ആൺകുട്ടികൾ, അത് പൊതുവേ അങ്ങനെ തന്നെ ആണല്ലോ, സത്യമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ രജനിയുടെ പണി എന്താണെന്ന് വെച്ചാൽ, രജനിൻ്റെ കയ്യിൽ ആകെ 3 നെക്ലസും 3 ഇയറിങ്സും ഉണ്ട്. അപ്പോൾ ഞാൻ എന്ന് എഴുതിയത് നെക്ലസ്, പിന്നെയോ ഇയറിങ്സ്, എന്ന് എഴുതിയത് ഇയറിങ്സ്. മനസ്സിലായ? 3 നെക്ലസ് ഉണ്ട്, മാല ഉണ്ട്, ഇയറിങ്സ്, കമ്മൽ.
ഉണ്ട്. മലയാളം മീഡിയംകാരും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതിൽ ഗ്രീന് നിറത്തിലുള്ള ഒരെണ്ണം ഉണ്ട്. എന്ത്? ഗ്രീന് നിറത്തിലുള്ള നെക്ലസും ഉണ്ട് അവളുടെ കയ്യിൽ, ഗ്രീന് നിറത്തിലുള്ള എന്തുണ്ട്? ഇയറിങ്സും ഉണ്ട്. ബ്ലൂ ഉണ്ട് എത്ര? രണ്ടും ഭയങ്കരി ബ്ലൂ ഉണ്ട്. പിന്നെയോ റെഡും ഉണ്ട്, ഗ്രീനും ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഗ്രീനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് ക്യാൻ ഷീ വിയർ ദം? എത്ര വ്യത്യസ്തമായ രൂപത്തിൽ? ബാബു കെ അമീർ അബ്ബാസ് ആണത്. വെറുതെ അതിൽ അംത്തിയും കൊണ്ടേ ഇരിക്കണ്ട, ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. എനിക്കറിയാം നീ വൈകിട്ടാ കയറിയത്, ഞാൻ ശ്രദ്ധിച്ചു. ക്ലാസ്സിൽ ശ്രദ്ധിക്കട്ട, വെറുതെ അതിൽ അംത്തി കൊണ്ടിരിക്കാണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ, വെറൈറ്റി സംഭവങ്ങളാണ് ആ കുട്ടിൻ്റെ കയ്യിലുള്ളത് എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര വ്യത്യസ്തമായ രീതിയിൽ ഇത് ധരിക്കാൻ പറ്റും ചോദിച്ചാൽ, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. എത്ര വ്യത്യസ്തമായ രീതിയിൽ ധരിക്കാൻ പറ്റും വെച്ചാൽ 3 × 3 9. ഇത്രയേ ഉള്ളൂ ഉത്തരം. എത്ര വ്യത്യസ്തമായ രീതിയിൽ ആ കുട്ടിക്ക് അത് ധരിക്കാൻ പറ്റുന്നതാണ് നോക്കിക്കോ. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ. റെഡ്, ഒരു ദിവസം റെഡ് നെക്ലസ് ഇട്ടു, റെഡ് ഇയറിങ്സ് ഇട്ടു. അടുത്ത ദിവസം ആയപ്പോൾ റെഡ് നെക്ലസ് തന്നെ ഇട്ടത്, ഗ്രീൻ ഇയറിങ്സ് ഇട്ടു. പിന്നെ അടുത്ത് റെഡ് ബ്ലൂ ആയി, മനസ്സിലായ? പിന്നെ അടുത്ത ദിവസം ആയപ്പോൾ റെഡ് ബോറടിച്ചു, പിന്നെ ആരായി? പിന്നെ ഗ്രീനായി. ഗ്രീന് റെഡ്, പിന്നെ ഗ്രീന്, പിന്നെ ഗ്രീന് ബ്ലൂ. ഇപ്പോൾ 3 6 ആയില്ലേ? ഇനി അടുത്തത് ബ്ലൂ വെച്ചിട്ടും വെറൈറ്റി ഉണ്ടാവില്ലേ? ബ്ലൂ റെഡ് ഉണ്ടാവും, ബ്ലൂ ഗ്രീൻ ഉണ്ടാവും, ബ്ലൂ ഉണ്ടാവും. മനസ്സിലായ? അപ്പോൾ മൊത്തം എത്ര എണ്ണമായി? 9 എണ്ണം. ഈ 9 എണ്ണം കണ്ടുപിടിക്കാൻ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പം തന്നെ എങ്ങനെ എഴുതിയിരിക്കണം? ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട്. ആ 3 കൂടി 2 കൂടി ഇൻറ്റു ചെയ്താൽ, ഇൻറ്റു എന്താ ചെയ്യേണ്ടി? പെയേഴ്സിൽ നമ്മൾ ഇൻറ്റുവേ ചെയ്യാൻ പാടുള്ളൂ, പ്ലസ് ചെയ്താൽ തെറ്റും. ശരി, അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് ക്യാൻ ബി വിയർ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? 9 വ്യത്യസ്തമായ രീതിയിൽ അത് ധരിക്കാൻ പറ്റും. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഹെർ വിയറിങ് എ നെക്ലസ് ആൻഡ് ഇയറിംഗ് ഓഫ് സെയിം കളർ? എടാ, സെയിം കളറിനുള്ള പ്രോബബിലിറ്റി ഇവിടെ ആരാ സെയിം കളർ ഉള്ളത്? ഒന്ന് റെഡും ഉണ്ട്, പിന്നെയോ ഗ്രീനും ഉണ്ട്, പിന്നെ ബ്ലൂവും ഉണ്ട്. അപ്പം 3 എണ്ണം അല്ലേ നമുക്ക് ആവശ്യമുള്ളത്. അപ്പം സെയിം കളർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയെന്ന് ചോദിച്ചാൽ, പ്രോബബിലിറ്റി ഓഫ് സെയിം കളർ, ഒരേ നിറം ധരിക്കാനുള്ള സാധ്യത, ഓക്കെ, ഈക്വൽ ടു എത്രയാണ്? 3/9. അതായത് ചെറുതാക്കിയ 3 ൽ 1 3, 9 ൽ 3, അപ്പോൾ 1/3. പ്രോബബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് കളറും കൂടി ചോദിച്ചിട്ടുണ്ട്, വ്യത്യസ്തമായത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഈക്വൽ ടു ഒരേ വ്യത്യസ്ത നിറം ധരിക്കാനുള്ള സാധ്യത. ചുരുക്കിയേ ഞാൻ എഴുതണുള്ളൂ. വ്യത്യസ്ത നിറം സാധ്യത എത്രയാണ്? എടാ, 3 എണ്ണം ഇതാണെങ്കിൽ ബാക്കി 6 എണ്ണം വ്യത്യസ്തമാണ്. കണ്ട, 6/9, അതായത് 2/3. ഇതാണ് അതിൻ്റെ ഉത്തരം. എഴുതി വെച്ചോളി. ഇതൊക്കെയാണ് കാണില്ല, എത്ര വ്യക്തമായി കാണുന്നുണ്ട്. ഞാനിവിടെ ഫോണിൽ നോക്കുന്നുണ്ട്, ടാബിളിൽ മാത്രമല്ല. ഞാൻ പഠിപ്പിക്കണ ഇപ്പുറത്ത് ഞാൻ ഫോൺ വെച്ചിട്ട് അതിൽ നോക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് കാണുന്നുണ്ട് എന്ന് പറയാൻ കാരണം. മുബീന എസ് പറയുന്ന ആളൊന്ന് വോയിസ് ഓണാക്ക്. ആരാണിത്?
പേര് പറയും. സാലിമ. സാലിമിന് മനസ്സിലായില്ലേ? സാലിമ തംസ് അപ്പ് ഇടുന്നതിന് പകരം ഡൗൺ ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് ഇങ്ങനെ അത്രയും ഇടയിൽ മാറിപ്പോയതാണോ അതോ മനസ്സിലാകാണ്ടാണോ? എന്താണ് പറ? ഓ, ഒന്നും മിണ്ടുന്നില്ല അവൻ. എന്താണ്ടാ വോയിസ് ഓണൊക്കെ അറിയില്ലേ? സാലിം പറടാ. ആ, മനസ്സിലായില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ശരി, മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാട്ടാ, ചോദിച്ചിട്ടാ. ഓക്കെ. എന്നാൽ രണ്ടാമത്തെ ചോദ്യം നോക്കാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക്, ഈ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന ഈ ലെഫ്റ്റ് സൈഡ് കാണിച്ചിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് എനിക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവണം. മനസ്സിലായാ? അപ്പോൾ ശ്രദ്ധിക്കുക. എ ബോക്സ് കണ്ടെയ്ൻസ് എ ബോക്സ് കണ്ടെയ്ൻസ് 4 സ്ലിപ്പ് നമ്പേർഡ് 1 to 4. എടാ, ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ കയ്യോടെ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ബോക്സ് ഉണ്ട്. 2 ബോക്സിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് നമ്മൾ. 2 ബോക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ബോക്സിൻ്റെ ഉള്ളിൽ 1, 2, 3, 4 എന്നീ നമ്പറുകൾ എഴുതിയിരിക്കുന്നു. അടുത്ത അനദർ ബോക്സ്, അപ്പോൾ ഇത് ഒന്നാമത്തെ ബോക്സ് എന്ന് ഞാൻ പേര് കൊടുത്തു. ഇവൻ അടുത്ത ആൾ രണ്ടാമത്തെ ബോക്സാണ്. രണ്ടാമത്തെ ബോക്സിനുള്ള അനദർ ബോക്സ് കണ്ടെയ്ൻസ് 2 സ്ലിപ്സ് ഓഫ് നമ്പർ 1, 2. അടുത്ത രണ്ടാമത്തെ പെട്ടിക്കുള്ളിൽ 1, 2 എന്നീ 2 നമ്പറുകൾ എഴുതിയ കടലാസ് കഷ്ണങ്ങളാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 1 സ്ലിപ്പ് ഈസ് ഡ്രോ ഫ്രം ഈച്ച് ബോക്സ്. ഓരോ ബോക്സിൽ നിന്നും ഓരോന്ന് വീതം ഞാൻ എടുക്കുകയാണെങ്കിൽ, എടാ കണ്ണടച്ചിട്ട് എടുക്കുക കേട്ടാ. എല്ലാം അങ്ങനെയാണ്. കണ്ണ് തുറന്നിട്ട് എടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ ഏത് നമ്പറാണ് വേണ്ടി അത് എടുക്കൂലേ നമ്മൾ. അതുകൊണ്ട് കണ്ണടച്ചെടുക്കുന്നതായിട്ടാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അങ്ങനെയാണ് പ്രോബബിലിറ്റിയിൽ എല്ലാത്തിലും വരിക. അപ്പോൾ അതുകൊണ്ട് കണ്ണടച്ച് ഞാൻ ഓരോ ബോക്സിൽ നിന്നും ഓരോ ആളുകളെ എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സം ബീയിങ് ഓഡ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സം ബീയിങ് ഈവൺ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി നോക്കിക്കോ. എടാ, ഞാൻ ഇതിന്ന് 1 എടുത്തു, ഇതൊന്നും 1 എടുത്തു. അപ്പോൾ എനിക്ക് എന്ത് വരുന്നു? ഒന്നാമത്തേൽ 1, രണ്ടാമത്തേൽ 1. അടുത്തയിലോ ഇവിടെ 1 എടുത്തു, ഇവിടെ 2 എടുത്തു. അപ്പോൾ 1, 2 ഇങ്ങനെ വരാലോ. പിന്നെയോ അടുത്തത് എന്ത് വരും? 2, 1. ഇവിടെ നിന്ന് 2 എടുത്തു, ഇവിടെ നിന്ന് 1 എടുത്തു. അടുത്തതോ ഇത് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഞാൻ ഓരോന്നോരോന്ന് എടുത്തിട്ട് പറയുകയല്ല. മേ ബി വരുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം അല്ലേ. ചിലപ്പോൾ 2 വരാം, അപ്പുറത്തുനിന്ന് 1 വരാം. അല്ലെങ്കിൽ എന്ത് വരാം? 2 വരാം. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ 2 വരാം. അല്ലെങ്കിൽ 3-1ഉം 3-2ഉം വരാം. അതല്ലെങ്കിൽ 4-1ഉം 4-2ഉം വരാം. ഇത്രയും സാധ്യതകളല്ലേ ഉള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നും എഴുതാൻ തന്നെ ഇതിൽ 4 നമ്പർ ഉണ്ട് മൊത്തം, ഇതിൽ 2 നമ്പർ ഉണ്ട് മൊത്തം. 2ഉം 4ഉം കൂടി ഇൻഡു ചെയ്താൽ 8ആണ്. അപ്പോൾ ഇതിൽ 8 നമ്പർ ഉണ്ടാവും. നോക്ക്, 1, 2, 3, 4, 5, 6, 7, 8 നമ്പറുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഇവിടെ ചോദിച്ചിരിക്കണം എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സം ഓഫ് നമ്പേഴ്സ് ബീയിങ് ഓഡ്. എടാ, നമ്മൾ എടുത്തിരിക്കുന്ന 2 നമ്പറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അത് ഓഡ്, ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യത എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എഴുതുകയാണ് പ്രോബബിലിറ്റി ഓഫ് സം ഈസ് ഓഡ്. അതായത് മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ തുക എല്ലാം കൂടി, അതായത് ഈ എടുത്തിരിക്കുന്ന 2 സംഖ്യകളും കൂടി കൂട്ടുകയാണ്. തുക ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത എത്രയാണെന്നാണ്. ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത എന്ന് എഴുതണം കേട്ടോ. ആവാനുള്ള സാധ്യത എന്ന് നിങ്ങൾ എഴുതണേ. ശരി, ദാറ്റ് ഈസ് ഈക്വൽ ടു, എടാ 1 കൂടി കൂട്ടി എത്രയാണ്? 2 അല്ലേ? 2ആണ്. 2 ഈവൺ നമ്പറാണ്. സാധ്യതയുള്ളതിനെ മാത്രം ഞാൻ റെഡും കൊണ്ട് മാർക്ക് ചെയ്യുക. എടാ, 1ഉം 2ഉം കൂടി കൂട്ടിയാൽ 3 അല്ലേ? അപ്പോൾ അത് ഒറ്റ സംഖ്യ കിട്ടാൻ സാധ്യതയുള്ളൊരു നമ്പർ കിട്ടി.
അടുത്തത് 2 1 കൂടി കൂട്ടിയാൽ 3 അല്ലേ? അപ്പോൾ ഒറ്റ സംഖ്യ കിട്ടാനുള്ള വേറൊരു സാധ്യത കിട്ടി. 2 കൂടി കൂട്ടിയാൽ 4 ആണ്. പറ്റുമോ? ഇല്ല. 3 1 കൂടി കൂട്ടിയാൽ 4 ആണ്. പറ്റില്ല. 3 2 കൂടി കൂട്ടിയാൽ 5 ആണ്. അതൊരു ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പറാണ്. അടുത്തത് 4 1 ആണ്. 4 1 കൂടി കൂട്ടിയാലും 5 ആണ്. അതും ഒരു സാധ്യതയാണ്. 4 2 കൂടി കൂട്ടിയാൽ 6 ആണ്. അപ്പോൾ ഓഡ് നമ്പർ കിട്ടുന്നത് 4 ആളുകളാണ്. എന്താണ്, ഞാൻ റൗണ്ട് ചെയ്ത 4 ആൾക്കാരാണ്. ഡിവൈഡഡ് ബൈ ആകെ എത്ര പേരുകൾ നമ്മുടെ കയ്യിലുണ്ട്? 8 എണ്ണം. അപ്പോൾ ഇതിനെ പകുതിയാക്കി കൊണ്ടുവന്നാൽ നമുക്ക് ചുരുക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1/2. 4 4 ഒരു തവണ, 8 2 തവണ. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ഈവൺ. സം ഈസ് ഈവൺ. സം എന്ന് എഴുതണേ. സം ഈസ് ഈവൺ. തുക ഇരട്ട സംഖ്യയാവാനുള്ള സാധ്യത ചോദിച്ചിട്ടുണ്ട്. തുക ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത ചോദിച്ചിട്ടുണ്ട്. ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത, എടാ റൗണ്ട് ഇടാത്ത എത്ര കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതും 4 തന്നെ അല്ലേ? അപ്പോൾ 4/8 തന്നെ. 4/8 പറഞ്ഞാൽ എത്ര തന്നെ? 1/2 തന്നെ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യവും കഴിഞ്ഞു, രണ്ടാമത്തെ ചോദ്യവും കഴിഞ്ഞു. ഓക്കെ, എഴുതി കഴിഞ്ഞാൽ ഒന്ന് തംസപ്പ് ചെയ്യണം. മനസ്സിലായിട്ടില്ലെങ്കിൽ വോയിസ് ഓൺ ആക്കിയിട്ട് ചോദിച്ചോളി. ശരി, എന്നാൽ ഞാൻ ഒരു 2 മിനിറ്റ് സമയം തരാം. 2 മിനിറ്റ് സമയം തരാം. മൂന്നാമത്തെ ചോദ്യം ഒന്ന് ഒറ്റയ്ക്ക് ചെയ്യും. എന്തായി മക്കളെ? ആൻസർ ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. ഞാനൊന്ന് പറയാം, ശരിയാണോ തെറ്റാണോ നോക്കണേ.
നോക്കാം കേട്ടോ. അതായത് എ ബോക്സ് കണ്ടെയ്ൻസ് 1 2 3 4 4 നമ്പറുകൾ നമ്മുടെ കയ്യിലുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ബോക്സിൻ്റെ ഉള്ളിൽ ഒന്നാമത്തെ ബോക്സ്, രണ്ടാമത്തെ ബോക്സ്. ഓക്കെ, ഒന്നാമത്തെ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തുണ്ട്? 1 മുതൽ 4 വരെയുള്ള നമ്പറുകളാണുള്ളത് അല്ലേ. അപ്പോൾ 1 2 3 4 നമ്പറുകളാണുള്ളത്. രണ്ടാമത്തെ ബോക്സിനുള്ള 1 2 3 എന്നീ നമ്പറുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് ചെയ്യാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ഓഫ്, ഇവിടെ പ്രോഡക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഗുണനഫലം എന്നാണ് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടാവുക. ഗുണനഫലം അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ശ്രദ്ധിക്കണം. കഴിഞ്ഞ ചോദ്യത്തിൽ സമ്മിനെ കുറിച്ചാണ് പറഞ്ഞത്, അതായത് തുകയെ കുറിച്ചാണ് പറഞ്ഞത്. ഹൈഫ എന്ത് പറ്റി? സമ്മന്നെ ചെയ്താ? ശരി. അപ്പോൾ ഗുണനഫലത്തെക്കുറിച്ച് പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ബീയിങ് ഓഡ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ബീയിങ് ഈവൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സമ്മല്ല. അപ്പോൾ രണ്ടും കൂടി ഇൻഡു ചെയ്താലുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ചോദ്യത്തിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? രണ്ടും കൂടി പ്ലസ് ചെയ്തതിനെ കുറിച്ചാണ്. അപ്പോൾ ചോദ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല പറഞ്ഞാൽ നമുക്ക് അറിയണ കാര്യം തന്നെ തെറ്റും. മനസ്സിലായി? അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ്, ഇത് എക്സാമിലൊക്കെ സംഭവിക്കുന്ന കാര്യം ഇതാണ്. നിങ്ങൾ പോയിട്ട് സമ്മ വിചാരിക്കും, ചോദിക്കുന്നത് പ്രോഡക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് സ്വാഭാവികമായും നമ്മൾക്ക് അറിയണതായിരിക്കും നമ്മൾക്ക് ചിന്ത വരിക. ഓക്കെ, പല ആൾക്കാരെ ആൻസർ ടൈപ്പ് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. എനിക്ക് കാണാണ്ട് ആൻസർ അറിയില്ലല്ലോ, ചെയ്തു നോക്കിയാലല്ലേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നോക്കിക്കോ, എടാ ഓഡ് നമ്പർ കിട്ടാനുള്ള ആൾക്കാരെ മാത്രം എടുക്കാം നമുക്ക്. ആദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? ഓഡല്ലേ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ബീയിങ് ഓഡ്, അതുകൊണ്ടാണ് ഞാൻ അപ്പോഴേ പറഞ്ഞത് സമ്മെന്ന് പ്രത്യേകം എഴുതണം എന്ന്. പ്രോഡക്റ്റ് ബീയിങ് ഓഡ്, അതായത് ഗുണനഫലം എന്ത് കിട്ടാനുള്ളത്? ഗുണനഫലം എന്ന് പ്രത്യേകം എഴുതണം. ഗുണനഫലം ഒറ്റ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത്, എടാ ഗുണനഫലം ഒറ്റ സംഖ്യ കിട്ടണമെങ്കിൽ 1നെ 1 കൊണ്ട് ഇൻഡ്യൂ ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 1 കിട്ടി. അപ്പോൾ അത് 1 പറ്റും. 1നെ 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ എനിക്ക് 2 കിട്ടുക, പറ്റില്ല. 1നെ 3 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ പറ്റും. 1നെ 3 കൊണ്ട് ഇൻഡ്യൂ ചെയ്തപ്പോൾ 3 കിട്ടി. അപ്പോൾ എനിക്ക് 2 പെയർ കിട്ടി. ഈ 2ന്റെ കേസ് എടുത്താൽ 2നെ ഏതൊക്കെ നമ്പർ കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഡ് നമ്പർ കിട്ടും? ഇൻഡ്യൂ ചെയ്യണമെന്ന് ആലോചിക്കേണ്ടത്, പ്ലസ് അല്ല. ഓക്കെ, 2നെ 1 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ പറ്റില്ല. 2ന് 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്താലും പറ്റില്ല. 2നെ ഏത് കൊണ്ട് ഇൻഡ്യൂ ചെയ്താലും ഈവൺ നമ്പറല്ലേ കിട്ടുള്ളൂ, പറ്റില്ല. അപ്പം 3നെ 1 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ എന്ത് കിട്ടും? 3നെ 1 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ 3 കിട്ടും. അപ്പോൾ ഓഡ് നമ്പർ ആയി. 3നെ 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ 6 കിട്ടും, പറ്റില്ല. 3നെ 3 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ 9 കിട്ടും, ഓഡ് നമ്പർ. അപ്പം എനിക്ക് ആവശ്യമായ 4 ആൾക്കാരനെ കിട്ടി. ഇനിയോ 4നെ 1 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ 4 വരിക, ഓഡ് നമ്പർ അല്ല. 4നെ 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ 8 വരിക, ഓഡ് നമ്പർ അല്ല, ഒറ്റ സംഖ്യയല്ല. 4നെ 3 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ 12 വരിക, ഒറ്റ സംഖ്യ. എടാ നമുക്ക് ഈവൺ നമ്പറിനെ ഏത് സംഖ്യ കൊണ്ട് ഇൻഡ്യൂ ചെയ്താലും ഈവൺ നമ്പറിനെ ഉത്തരം വരുള്ളൂ, അതുകൊണ്ടാണ് അതാ വരുന്നത്. ശരി, നമുക്ക് ആവശ്യമായ ആൾക്കാർ 4 ആൾ. ഇനി ആകെ എത്ര ആൾ നമ്മൾ കണ്ടുപിടിച്ചില്ലല്ലോ. ഇവിടെ 4 ആൾക്കാരുണ്ട് ആകെ, ഇവിടെ 3 ആൾക്കാരുണ്ട് ആകെ. അപ്പം ആകെ എത്ര ഉണ്ടാവും? 4 × 3 12 പേരുണ്ടാവും. 4ൽ ഒരു 4, 12ലോ 3 പ്രാവശ്യം. അപ്പോൾ 1/3 ആൻസർ കിട്ടി. ഇനിയോ പി ഓഫ് പ്രോഡക്റ്റ് ബീയിങ് ഈവൺ ആണെങ്കിലോ, പ്രോഡക്റ്റ് ബീയിങ് ഈവൺ ആണെങ്കിലോ, ഇരട്ടയാണെങ്കിലോ, പ്രോഡക്റ്റ് എഴുതണേ, പ്രോഡക്റ്റ് ബീയിങ് എഴുതണേ. ഇരട്ടയാണെങ്കിൽ ഇത് 4 എണ്ണമാണെങ്കിൽ 12 എണ്ണത്തിലെ ബാക്കി 8 എണ്ണത്തിനും ഈവൺ നമ്പർ വരുന്ന പ്രത്യേകത. ഇനി വെറുതെ എണ്ണാൻ നിൽക്കണ്ട, ബാക്കി 8 എണ്ണത്തിനും ഈ പ്രത്യേകതയായിരിക്കും 8/12. അതായത് 2/3 എന്ന് ചെറുതാക്കിയാൽ വരും. കാരണം 4ന്റെ ടേബിളിൽ 2 ഉണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി പറഞ്ഞു തരാം, പല ആൾക്കാർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഒന്നും കൂടി പറയാം കേട്ടോ, ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടുത്തെ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രോഡക്റ്റിനെ കുറിച്ചാണെന്ന് ആദ്യം മനസ്സിലാക്കുക. പ്രോഡക്റ്റിനെ കുറിച്ചാണെന്ന്, അതായത് ഗുണനഫലമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ബോക്സ് വരച്ചിട്ട് 1 2 3 4 എഴുതി, പിന്നെയോ 1 2 എഴുതി. കുട്ടികളെ ഞാൻ പറയണത് അതിൽ വരുന്നില്ലേ?
വന്നില്ല അല്ലേ? അതാണ് സംഭവം. ആ അപ്പോഴേ പറഞ്ഞ തന്നെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അല്ലേ? ശരി, ഇപ്പൊ ശരിയാ കേട്ടാ. അതെന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഇപ്പൊ റെഡിയാക്കാം. അപ്പൊ ഇത് ആദ്യം മുതൽ പറയണല്ലേ. എല്ലാരും കൂടെ എന്നെ ഡെസ്പാക്കണ്ട നിങ്ങള്. തംസ് ഡൗൺ ഒക്കെ ചെയ്തിട്ട് ശരിയാക്കി തരാം. അതെന്താ ഇടയിൽ കൂടെ ആരെങ്കിലും എന്തെങ്കിലും കാട്ടിയാ? ഇതാ നിങ്ങൾ ചെയ്തതല്ലേ, നോക്ക് ശരിയല്ലേ നോക്ക്. ഞാനിത് ഒപ്പം എഴുതി പറഞ്ഞു തരായിരുന്നു, പക്ഷെ ഞാനതിൽ വരുന്നുണ്ടെന്നാ വിചാരിച്ച്. ഞാൻ ആർക്കെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ ചോദിച്ചോ. ഏതെങ്കിലും വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളായിട്ട് ചോദിക്കുക, അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്, വീണ്ടും പറഞ്ഞ തന്നെ പറയാണ്ട്. ഇവിടെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടാ? ഓക്കേണാ? ഒന്നുകൂടി പറഞ്ഞായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ? ശരി, ഇത് വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ. 1 2 3 4 എന്നുള്ളത് നമ്മുടെ ഒന്നാമത്തെ ബോക്സിലുള്ള ആളാണ്. 1 2 3 എന്നുള്ളത് രണ്ടാമത്തെ ബോക്സിലുള്ള ആളാണ്. പ്രോഡക്റ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, പ്രോഡക്റ്റിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, പ്രോഡക്റ്റ് ബീയിങ് ഓഡ് എന്ന് പറയുന്നത്, അതായത് ഗുണനഫലം ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ്, അത് മാത്രം ഒന്നുകൂടി പറഞ്ഞുതരാം. അതായിരിക്കും കുറച്ചുകൂടി മെയിൻ ആയ കാര്യം. ഈ ഒരു ആരോ വരച്ചിട്ടുള്ള സംഭവം കണ്ടാ അത് നിങ്ങൾ കണ്ടില്ലല്ലോ ഞാൻ പറയുമ്പോൾ, അതുകൊണ്ട് ആ സാധനം ഒന്നും കൂടി കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. അത്രേ ഉള്ളൂ. ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നോക്കിക്കോ, ഒന്നിനെ 1 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ 1 എന്ന ഉത്തരം കിട്ടും. ഓഡ് നമ്പറാണ്. ഇനി 1നെ 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ കിട്ടില്ല, 3 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ കിട്ടില്ല. കാരണം 1നെ 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ 2 ആണ്, ഈവൺ നമ്പറാണ്. അപ്പോൾ ഈ ഓഡ് നമ്പർ കിട്ടുന്ന 2 പ്രോഡക്റ്റിൻ്റെ പേരുകളെ നമുക്ക് കിട്ടി. ഇപ്പം നമ്മൾ മുഴുവൻ പേരുകളിൽ അപ്പോഴത്തേമാതിരി മുഴുവൻ പേരുകളിൽ ഇരുന്ന് എഴുതണില്ല. ഓക്കെ, അടുത്തത് 2നെ എടുത്തിട്ട് 2നെ 1 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ 2 പറയുന്നത് ഈവൺ നമ്പർ ആയതുകൊണ്ട് ഈവൺ നമ്പറിന് ഏത് നമ്പർ കൊണ്ട് ഇൻഡ്യൂ ചെയ്താലും ഉത്തരം ഈവൺ നമ്പറെ കിട്ടുള്ളൂ. 2നെ 1 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ 2, 2നെ 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ 4, 2നെ 3 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ 6. കണ്ട? അപ്പം അതുകൊണ്ട് നമുക്ക് എന്തേ കിട്ടുള്ളൂ? ഓഡ് നമ്പറെ കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഈവൺ നമ്പറെ കിട്ടുള്ളൂ, ഈവൺ നമ്പറിന് ഇൻഡ്യൂ ചെയ്താൽ. അപ്പോൾ 2 എടുത്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അടുത്തത് 3 എടുത്തു. 3നെ 1 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ 3 എന്ന് കിട്ടും, ഒരെണ്ണം കിട്ടി. അടുത്തത് 3നെ 3 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ 9 കിട്ടും. 3നെ 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ 6 അല്ലേ കിട്ടുക? പറ്റില്ല. അടുത്തത് 4നെ ആണെങ്കിലോ, 4 ഈവൺ നമ്പർ ആയതുകൊണ്ട് 4 × 1 4 ആണ്, 4 × 2 8 ആണ്, 4 × 3 12 ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ വരുള്ളൂ? ഓഡ് നമ്പർ വരില്ല, ഈവൺ നമ്പർ മാത്രമേ വരുള്ളൂ. നമുക്ക് വേണ്ടത് ഓഡ് നമ്പറിനെ കുറിച്ചാണ്, പ്രോഡക്റ്റ് ഒറ്റ സംഖ്യയെക്കുറിച്ചാണ്. അങ്ങനത്തെ 4 ആൾക്കാരല്ലേ ഞാൻ വരച്ചിരിക്കുന്നത്. അതാണ് 4/12. എങ്ങനെയാണ് വന്നത്? ഇവിടെ 4 ആൾക്കാരുണ്ട്, ഇവിടെ 3 ആൾക്കാരുണ്ട്. ആകെ 4 × 3 പറയുമ്പോൾ 12 അല്ലേ? അതിനെ ചെറുതാക്കിയപ്പോൾ 1/3 ആയി. ഇനി ഈവൺ നമ്പറിൻ്റെ എങ്ങനെയാണ് വന്നത്? ഞാൻ ഇതേമാതിരി മുഴുവൻ ഇരുന്ന് എണ്ണിയില്ല. ആകെ ഉള്ളത് 12 എണ്ണമാണ്. 12 എണ്ണത്തിൽ 4 ആൾക്കാർ ഒറ്റ സംഖ്യ വരികയാണെങ്കിൽ ബാക്കിയുള്ളവർ മുഴുവൻ ഇരട്ട സംഖ്യയല്ലേ വരിക. ആ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. അതായത് 12 4 പോയാൽ ബാക്കി 8 അല്ലേ? 8/12. അതായത് ചെറുതാക്കിയാൽ 2/3. ഇപ്പം എല്ലാവർക്കും ഓക്കെ ആയാ? ശരി, എഴുതിക്കോ.
ഞാൻ പരമാവധി ഇതിൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇടാം. ആരെങ്കിലുമൊക്കെ ക്ലാസ്സിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ അത് ഇരുന്ന് കാണട്ടെ. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തത്തിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 1.5 മണിക്കൂർ വരുന്ന സംഭവത്തെ മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഒരൊറ്റ വീഡിയോ ആയിട്ട് നമുക്ക് ഇടാം. ആ ക്ലാസ് കാണാത്തവരത് കാണട്ടെ. മനസ്സിലായില്ലേ? നിങ്ങൾക്കിത് ലൈവായി പങ്കെടുത്താൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാനൊക്കെ പറ്റും. ബാക്കിയുള്ളവർ കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റുമായിരുന്നില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, മുഴുവനായിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇനി അതിൽ സൗണ്ട് വന്നിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കപ്പോൾ ഏതെങ്കിലും അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഭാഗം സംശയം ഉണ്ടെങ്കിൽ അത് വീണ്ടും കാണുകയും അടുത്ത ഒരു ക്ലാസ് നമ്മൾ നേരിട്ട് വന്നിട്ട് നമുക്കിത് ഇതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. പക്ഷേ മുഴുവൻ ആൾക്കാർ നോട്ടിൽ പക്കയായിട്ട് ഈ സാധനം എഴുതിയിട്ടുണ്ടാവണം, പഠിച്ചിട്ടുണ്ടാവണം പറഞ്ഞ കാര്യങ്ങൾ. ശരി, അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. സമയം 5:40 6 മണി വരെയാണ് നമ്മുടെ ക്ലാസ് സമയം. പറഞ്ഞ സമയത്തേക്കാൾ ഞാൻ കൂടുതൽ എടുക്കലില്ല ഓൺലൈൻ ക്ലാസ്സിൽ. കൃത്യമായിട്ട് പറഞ്ഞ സമയം വരെ എടുക്കലുള്ളൂ. അതുവരെ എല്ലാവരും സഹകരിച്ചിരിക്കണം കേട്ടോ. എനിക്കറിയാം ഓൺലൈൻ ക്ലാസ്സിൽ ഫോണിൽ കുറേ നേരം നിങ്ങൾ നോക്കിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ഈ പാഠം തീർക്കുക ഇത്രയും കൂടി ആക്കിയ 2 ചോദ്യം കൂടി ചെയ്താൽ ഏകദേശം പാഠം ഇവിടെ നോക്ക്. നിങ്ങൾ നമ്മുടെ പാഠം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ വെറുതെ മറിച്ച് നോക്കി. ഈ ഒരു 2 ചോദ്യം കഴിഞ്ഞ് മോർ പേയേഴ്സിൽ ഇനി പുതുതായി പഠിക്കാനൊന്നുമില്ല. ഇതിൻ്റെ ചോദ്യങ്ങളാണ്. അവസാനം 84 പറയുന്ന പേജ് നമ്പറിൽ ചോദ്യം കൂടി കഴിഞ്ഞാൽ അടുത്ത പാഠമായി കഴിഞ്ഞു പാഠം. പക്ഷെ ഇതിൽ ഇത്തിരി ചെയ്യാനുണ്ട്, കുറച്ച് കൂടുതൽ പറയാനുണ്ട്. മുഴുവനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു 2 ചോദ്യം നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ട്. അതും ഇതിൻ്റെ ബാക്കി വെക്കണ കാര്യം കൂടിയായിട്ട് ഒരൊറ്റ ക്ലാസ്. അത് നേരിട്ട് നാളെ നമുക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള അറിയില്ല. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഞാനത് ഓൺലൈൻ വെച്ചിട്ട് പറഞ്ഞു തരും. നാളെ നേരിട്ട് നമുക്ക് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നാളെ നേരിട്ട് പറഞ്ഞു തരും കേട്ടോ. ഈവനിങ് ബാച്ചിലും മുണ്ടൂരിലും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. 9-ാം തീയതി മുതൽ നമ്മുടെ അവിടെ പരീക്ഷയാണ്. 9-ാം തീയതി ആദ്യത്തെ പരീക്ഷ സോഷ്യലാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ടൈം ടേബിൾ നാളെയോ മറ്റന്നാളോ ആയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അയച്ചു തരും. ഓക്കെ, അപ്പോൾ 9-ാം തീയതി മുതലാണ് നമ്മുടെ സെൻറ്ററിലെ പരീക്ഷ വരുന്നത് കേട്ടോ. ഞാൻ ഈ 2 ഒരെണ്ണം, ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഈ 2 ഇപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു പിടുത്തം കിട്ടിയല്ലോ. ഈ 2 ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ 2 എടാ ഇത് വലിയ ചോദ്യമാണ് വിചാരിക്കേണ്ട. നിങ്ങൾ ഓഡ് ഓർ ഈവൻ കളിക്കില്ലേ കുട്ടികൾ? 2 ആളുകൾ തമ്മിൽ എന്ത് ചെയ്യണം, കളിക്കുകയാണ്. ഒരാൾ ഓഡ് നമ്പർ ബിഫോർ കളിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഒരാൾ ഓഡ് നമ്പർ ഒറ്റ സംഖ്യയാണ് എനിക്ക് വേണ്ടത് പറയണം, ഒരാൾ ഇരട്ട സംഖ്യയുടെ പറയണം. അതിനെക്കുറിച്ചാണ്, നിങ്ങളുടെ ഓഡ് ഓർ ഈവൻ കളിയെക്കുറിച്ചാണ് ഈ ചോദ്യത്തിൽ പറയുന്നത്. അല്ലാണ്ട് വേറെ വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഈ 2 അപ്പം ഞാൻ എത്ര എണ്ണം ഹോംവർക്ക് തന്നു? എനിക്ക് തോന്നുന്നു 2 2 1 അങ്ങനെ ഒരു 5 ചോദ്യം നിങ്ങൾക്ക് ഹോംവർക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം എളുപ്പമുള്ള ഒരേപോലുള്ള ചോദ്യങ്ങളാണ്. ഇനിയുള്ള ചോദ്യങ്ങൾ ഹോംവർക്ക് തരാൻ പറ്റിയതല്ല. ഇനിയുള്ള ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ 5 മാർക്കിന് ചോദിക്കുന്നത്. 5 മാർക്കിന് ചോദിക്കുന്നത് ഇനിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യം എഴുതി വെക്കാൻ പറ്റുകയാണെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് ഞാൻ പറയുന്ന കാര്യം നോക്കുക. പേജ് നമ്പർ 84 എടുക്കുക. പേജ് നമ്പർ 84-ൽ 1-ാമത്തെ ചോദ്യം ചർച്ച ചെയ്യാം. പത്ത് എ ക്ലാസ്സിൽ നോക്കിക്കോ. There are 30 boys and 20 girls in class 10A. 10A ക്ലാസ്സിൽ 30 ബോയ്സും 20 ഗേൾസും ആണുള്ളത് 10A ക്ലാസ്സിൽ. പിന്നെയോ 15 ബോയ്സ് 15 ബോയ്സ് ആൻഡ് 25 ഗേൾസ് ഇൻ ക്ലാസ് 10B. 10B എന്ന ക്ലാസ്സിൽ 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സബ് ക്വസ്റ്റ്യൻസ് 4 ഇപ്പം നോക്കണില്ല, അതിന് ശേഷം നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക.
10A ക്ലാസ്സാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. 10A ക്ലാസ്സിൻ്റെ ഉള്ളിൽ ആകെയുള്ളത് 30 ബോയ്സും അതേപോലെ 20 ഗേൾസുമാണ്. അതിനർത്ഥം ഇത് ഈ ക്ലാസ്സിൽ ആകെ 50 പേരുണ്ട് എന്നുള്ളതാണ്. പെയേഴ്സാണ്, ശ്രദ്ധിക്കണം. രണ്ടാമത്തെ 10B, ഇത് 10A ക്ലാസ്സാണ്. 10B ക്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ അതിലുള്ളത് 15 ബോയ്സും 25 ഗേൾസുമാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ് എന്നാണ്. ഓക്കെ, ഞാൻ സ്ക്രീന് കുറച്ചുകൂടി വലുതാക്കി കാണിച്ചു തരാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടും ഗേൾസ്. അപ്പോൾ ഇവിടെ 25 പേരാണെങ്കിൽ മൊത്തം ഈ 10B ക്ലാസ്സിൽ 40 പേരാണെന്നല്ലേ. എടാ, ആദ്യത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യമൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ് ടോട്ടൽ പെയേഴ്സ്. അവർ ചോദിച്ചാലും ശരി ചോദിച്ചില്ലെങ്കിലും ശരി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ പെയേഴ്സ് അല്ലെങ്കിൽ ആകെ ജോഡികൾ കണ്ടുപിടിക്കണം. ആകെ ജോഡികൾ എത്രയാണെന്നൊന്ന് പറയും നോക്കട്ടെ എല്ലാവരും. ഇവിടെ 50 ആൾക്കുട്ടികളുണ്ട്, ഇവിടെ 40 കുട്ടികളുണ്ട്. ആകെ ജോഡികൾ എത്രയാണ് പറ? ടോട്ടൽ പേയേഴ്സ് എത്രയാണ് പറ? ടൈപ്പ് ചെയ്യ്, ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരും എന്താ 90 പറയാത്തത്? ഒരാൾ 90 പറഞ്ഞു അല്ലേ? ശരി. ഏതായാലും 90 എന്ന് നമുക്ക് എഴുതാൻ തോന്നുമെങ്കിലും 90 എന്നുള്ളത് തെറ്റാണ്. 2000 ശരി. പരീക്ഷയ്ക്ക് കുറേ ആൾക്കാർക്ക് തെറ്റണം, അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഇപ്പം തെറ്റിക്കണം കേട്ടോ, ഒന്നും വിചാരിക്കേണ്ട. പരീക്ഷയ്ക്ക് കുറേ ആൾക്കാർക്ക് തെറ്റും, രണ്ടും കൂടി ടോട്ടൽ പേയേഴ്സ്. എടാ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതായിരിക്കും, ഇവിടെ ചോദിച്ചിട്ടില്ല എന്നുള്ളൂ, മനസ്സിലായി? അപ്പോൾ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പേ ഇത് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പെയേഴ്സിൻ്റെ കാര്യത്തിൽ ഇൻറ്റുവേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 50 × 40 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 5 × 4 20 അതിൻ്റെ കൂടെ 2 0 ഇട്ട് കൊടുത്ത ടോട്ടൽ പെയേഴ്സ് 2000. അങ്ങനെയാണെങ്കിൽ ഇനി ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഗേൾസ് അല്ലേ കുട്ടികളെ? ഗേൾസ് അല്ലേ? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്. എടാ, 2 ക്ലാസ് റൂം ഉണ്ട്. 2 ക്ലാസ് റൂമെന്നും ഒരു ക്ലബിലേക്ക് 10ാം ക്ലാസ്സിൽ ആകെ 2 ക്ലാസ്സുള്ളത്. ആ 2 ക്ലാസ്സിന് ഓരോ ആൾക്കാരെ സെലക്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ സെലക്ട് ചെയ്യുന്നത് രണ്ടും ഗേൾസ് ആവാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദ്യം. 2000 വ്യത്യസ്ത രീതിയിൽ കുട്ടികളെ സെലക്ട് ചെയ്യുക. കാരണം 50 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ട്, മറ്റേ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ 2000 രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ 2 ഗേൾസ് ആവാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദ്യം. 2 ഗേൾസ് ആവാനുള്ള സാധ്യത ചോദിച്ചാൽ ഇവിടെ എത്ര ഗേൾസ് ഉണ്ട് നോക്കുക. എത്ര ഗേൾസ് ഉണ്ട്? 20 ഗേൾസ്. ഇവിടെ എത്ര ഗേൾസ് ഉണ്ട്? 25 ഗേൾസ്. അപ്പോൾ നമ്മൾ ചെയ്യാണ് 20 ഇൻറ്റു പ്ലസ് ചെയ്യരുതേ 20 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 2000. ആ താഴെ എഴുതേണ്ട സാധനം കണ്ടുപിടിച്ചാലല്ലേ താഴെ എഴുതാൻ പറ്റുള്ളൂ. അവർ ചോദിച്ചാലും ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഈ സാധനം കണ്ടുപിടിക്കേണ്ട എങ്ങനെ എഴുതും? അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 20ഉം 25ഉം കൂടി ഇൻറ്റു ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 500 എന്നാണ്. 500 ഡിവൈഡഡ് ബൈ 2000. 0 0 2 പൂജ്യങ്ങൾ പറ്റിപ്പോയി. ബാക്കി വന്നത് 5/20 ആണ്. 5/20 പറയുമ്പോൾ 5ൽ 5 ഒരു തവണ, 20ലോ 4 തവണ. കഴിഞ്ഞു. ഇതാണ് ഉത്തരം. 5 മാർക്കിൻ്റെ ചോദ്യമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും കൂടുതൽ ഇതിൽ ചെയ്യാനുണ്ടാവും. വായി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അഞ്ച് മാർക്ക് വെറുതെ തരും അവർ നിങ്ങൾക്ക്.
എന്തെങ്കിലും ഇത്തിരി കൂടുതൽ ചെയ്യാണ്ട്? മലയാളം എഴുതിയില്ല അല്ലെ? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ് പറഞ്ഞാൽ രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞിട്ടാണ് ഈക്വൽ ടു പറഞ്ഞ ഈ സാധനം എഴുതേണ്ടത് കേട്ടോ. എന്നാ രണ്ടാമത്തെ നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ടൈപ്പ് ചെയ്യുക ഉത്തരം എത്രയെന്ന്. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ് രണ്ടും ആൺകുട്ടികൾ, ആ സെലക്ട് ചെയ്യുന്ന രണ്ട് കുട്ടികളെ രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത എത്രയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കി നോക്കട്ടെ. ക്ലാസ്സിൽ 78 പേരുണ്ടായിരുന്നത് ഇപ്പോൾ കുറഞ്ഞു പോയിട്ട് 66 പേരായി. ഈ ചോദ്യം കഴിഞ്ഞാൽ ഞാൻ നിർത്തുട്ടാ. ഈ ചോദ്യം കഴിഞ്ഞാൽ നമ്മൾ അവസാനിപ്പിക്കും. ബാക്കി ചോദ്യം ഒന്നുകിൽ നാളെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ. കളക്ടർ ലീവ് തന്ന ഓൺലൈനിൽ, അല്ല പറഞ്ഞ ക്ലാസ്സിൽ. 45/200 അങ്ങനെയല്ലേ? ശരിയാണ്. നോക്കാട്ടാ. ഇവിടെ എത്ര ബോയ്സ് ഉണ്ട്? ഒന്നാമത്തെ ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട്? 30 പേര്. രണ്ടാമത്തെ ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട്? 15 പേര്. അപ്പോൾ 30 × 15 ഡിവൈഡഡ് ബൈ 2000 ഈക്വൽ ടു 450 അല്ലേ? ഡിവൈഡഡ് ബൈ 2000. പരമാവധി ചെറുതാക്കാൻ ശ്രദ്ധിക്കണം. 0 ക്യാൻസലാക്കി. 45 5 എന്ന് പറയുന്നത് എത്ര തവണ? 45 5 9 തവണയാണ്. എത്ര തവണയാണ്? 9 തവണ. 200 5 100 5 20 പ്രാവശ്യമാണ്. 200 5 വരുന്നത് 40 പ്രാവശ്യമാണ്. 40 പ്രാവശ്യം ചെറുതാക്കിയത് നമുക്ക് കിട്ടുന്ന ഉത്തരം. ഇനി ഇതിലും ചെറുതാക്കാൻ പറ്റില്ല, കാരണം 9ഉം 40ഉം ആരിൻ്റെയും ടേബിളിൽ കോമൺ ആയിട്ട് വരുന്നില്ല. അപ്പം 9/40 ആണ് നമ്മളിതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ശരി, മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോ. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ. അതായത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത. അതായത് 2 ക്ലാസ്സിൽ നിന്ന് ഓരോരുത്തരെ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഒരു ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടിയായിരിക്കണം, ഒരു ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടിയായിരിക്കണം. അത് 2 രീതിയിലാവാം. ഞാൻ വരച്ചിരിക്കുന്ന ബോക്സിൽ ശ്രദ്ധിച്ചോ. ഇനിയുള്ളത് റെഡിൽ എഴുതാം, അപ്പോൾ ഒന്ന് പ്രത്യേകം അറിയും. ഈ ക്ലാസ്സിൽ 10A ക്ലാസ്സിൽ ബോയിനെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 10B ക്ലാസ്സിൽ നിന്ന് ഗേളിനെ സെലക്ട് ചെയ്യണം. ഇങ്ങനെ. അതേ സ്ഥാനത്ത് 10A ക്ലാസ്സിൽ ഗേളിനെയാണ് സെലക്ട് ചെയ്യണമെങ്കിൽ 10B ക്ലാസ്സിൽ നിന്ന് എന്തായിരിക്കണം? ബോയിനെ സെലക്ട് ചെയ്യണം. ഇങ്ങനെ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പരിഗണിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എഴുതുക? 30 × 25 പ്ലസ്, ഇപ്പോൾ ഇവിടെ 20 അവിടെ 15 അല്ലേ? അപ്പോൾ 20 × 15 ഇവിടെയാണ് പ്ലസ് വരിക. ഇങ്ങനത്തെ സാഹചര്യങ്ങളാണ് പ്ലസ് വരിക. പക്ഷേ ഇടയിൽ ഇൻറ്റു തന്നെയാണ് കേട്ടോ. അവിടെ ഡിവൈഡഡ് ബൈ 2000 ഈക്വൽ ടു 30 × 25 എന്ന് പറയുമ്പോൾ 750 വരും. ഇൻറ്റു ചെയ്യാൻ ഇത്തിരി സ്ലോ ഉള്ളവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ ഇൻറ്റു ചെയ്ത് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. ഞാനെങ്ങനെ ചെയ്ത് വെച്ചാൽ 25നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 75 കിട്ടുമല്ലോ. അതിൻ്റെ കൂടെ ഒരു 0 ഇട്ടെടുത്താൽ 750. അതേമാതിരി 15നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 30 അല്ലേ കിട്ടുക. അതിൻ്റെ കൂടെ ഒരു 0 എടുത്താൽ 300. നമ്മൾ എളുപ്പവഴിയിൽ ഇങ്ങനെയല്ലേ ഇൻറ്റു ചെയ്യുക. ഡിവൈഡഡ് ബൈ 2000. ഒരുപാട് താഴത്തേക്ക് ആയതുകൊണ്ട് എഴുതാൻ പറ്റുന്നില്ല. താഴെ 2000 ഉണ്ട് കേട്ടോ. ഇപ്പം തന്നെ 0-ന് വെട്ടിക്കളയാൻ നിൽക്കണ്ട. നമുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ വെട്ടിക്കളയരുത് കേട്ടോ. എല്ലാം ചെയ്ത ശേഷം വെട്ടിക്കളയാൻ പറ്റുള്ളൂ. 750 300 കൂടി കൂട്ടി 1050 എന്നാണ് വരിക. 1050 ബൈ 2000.
അപ്പോൾ ഒരു 0 വെട്ടിക്കളഞ്ഞു. ബാക്കി എന്താ കിട്ടിയത്? 105/2000. 105 എത്ര അഞ്ചുണ്ട് ചോദിച്ചാൽ 21 ഉണ്ട്. 2000 എത്ര അഞ്ചുണ്ട് ചോദിച്ചാൽ 40 ഉണ്ട്. ഇതാണ് ഉത്തരം. എടാ, ഇത് കണ്ടുപിടിക്കാനുള്ള വേറൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് എഴുതാം. നോക്ക്, രണ്ടും പെൺകുട്ടികളാകുന്ന 500 പേരുകൾ നമ്മുടെ കയ്യിലുണ്ട് 2000. രണ്ടും ആൺകുട്ടികളാകുന്ന 450 പേരുകളും നമ്മുടെ കയ്യിലുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ട്, 500ഉം 450 കൂടി കൂട്ട്. 500ഉം 450 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 950. മൊത്തം പേര് 2000 ആണ്. ബാക്കി എടാ ഈ 950 പേര് കഴിഞ്ഞ എങ്ങനെ? 105/200 അല്ലേ? 200 തന്നെയാണ് അതിൻ്റെ തന്നെ ഉത്തരം ചെയ്തത് കേട്ടോ. ഒരു മിനിറ്റ്. ശരി, 200 കേട്ടോ. 105/200. അതിന് ചെറുതാക്കിയാൽ തന്നെ 21/40 തന്നെ കിട്ടുക. കറക്റ്റ് തന്നെയാണ്. ശരി, അപ്പോൾ ഈ 950 പേരിൽ ഒന്നുകിൽ 2 ബോയ്സ് ആയിരിക്കും സെലക്ട് ചെയ്യണ, 2 ബോയ്സ് അല്ലെങ്കിൽ 2 ഗേൾസ്. ഇത് ഉള്ളത് 950. വേറെ ഉള്ള ബാക്കിയുള്ളതിൽ ഒരു ബോയും ഒരു ഗേളും ഉണ്ടാവുമല്ലോ. അപ്പോൾ 2000 നിന്ന് 950 മൈനസ് ചെയ്താൽ ബാക്കി കിട്ടുന്നതാണ് 1050. ഈ 1050 നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ഇൻഡു ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് വന്നപ്പോൾ ഇവിടെ കിട്ടിയ 1050 കിട്ടാനുള്ള വേറൊരു വഴിയാണ് പറഞ്ഞത്. ഇത് മനസ്സിലായിട്ട്, ഒന്നാമത് പറഞ്ഞ വഴി മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തോളി. അല്ല പറഞ്ഞാൽ രണ്ടാമത്തെ വഴി ഞാൻ ഒന്നും കൂടി പറയാം, ശ്രദ്ധിച്ചോ. നമുക്ക് നോക്കിയോ, 2 ക്ലാസ്സിൽ നിന്ന് ഓരോ കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ അത് 2 ബോയ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അത് 2 ഗേൾസ് ആയിരിക്കും. അതും അല്ലെങ്കിൽ അതിലൊരു ബോയും ഒരു ഗേളും ഉണ്ടാവും. അങ്ങനെ മനസ്സിലാക്കിക്കൂടെ? അപ്പോൾ 2 ഗേൾസ് ഉള്ള 500 പേരുണ്ട്, 2 ബോയ്സ് ഉള്ള 450 പേരുണ്ട്. അത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ 950 കിട്ടിയില്ലേ? എടാ, 2000 നിന്ന് ആ 950 അങ്ങോട്ട് മാറ്റി നിർത്തിയ ബാക്കി 1050 പേരിലും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ സാധനം എഴുതിയിട്ടും ഇതിനെ ചെറുതാക്കി 21/40 കൊണ്ടുവരാം. ഇനി ഒരു സബ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട് എന്നറിയാം. സമയം ആയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. ഓക്കെ, ആ 4ാമത്തെ സബ് ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇന്നെടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ പാഠത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ 80% ഭാഗവും ഏറെക്കുറെ എന്ത് ചെയ്തിട്ടുണ്ട്, ആയിട്ടുണ്ട്. ഇനി ആ ഒരു 2 ചോദ്യവും നിങ്ങൾ ചെയ്യാനുള്ള ഹോംവർക്ക് നിങ്ങൾ ചെയ്യുന്നത് ഒരു വർക്കൗട്ടായിട്ടാണ്. അതും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് ഈ പാഠം കംപ്ലീറ്റ് ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റും. ക്ലാസ് മനസ്സിലായോ? തംസപ്പ് മാത്രം ഇടാണ്ട് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യും. ഞാൻ ഇന്നൊരു ഉച്ചയ്ക്ക് 1 മണിക്ക് മുതൽ 3 മണിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അത് നടന്നില്ല. അത്രയും സമയം എൻ്റെ പോയി. പിന്നെയോ, വീഡിയോ എടുത്തു കഴിഞ്ഞാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ട ആവശ്യമില്ല. വീഡിയോ ഇട്ട് തന്നാൽ മതി, അവർ ലൈവായിട്ട് അതിൽ ഓടിക്കോളും. പക്ഷേ നമുക്ക് ഇത് രണ്ടിനും വേണ്ടി ഡബിൾ സമയം നമുക്ക് ചിലവായി. എന്നാലും പ്രശ്നമല്ല. നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം സേവിങ്, നല്ല ടൈം സേവിങ് ആണ്. ഓക്കെ, നിങ്ങളെല്ലാവരും ഇത്രയും നേരം ഞാൻ അറ്റൻറ്റീവായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട് ക്ലാസ്സിൽ. നല്ല രീതിക്ക് തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ശരി, ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. ഒറ്റ കാര്യം ചോദിച്ചാൽ ഞാൻ പാഠം അവസാനിപ്പിക്കാം. നമ്മുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതല്ല എങ്കിലും ഒറ്റ കാര്യം ചോദിക്കാം. നാളെ മഴ കാരണം ലീവ് ഉണ്ടാകുമോ ഇല്ലയോ? എത്ര ശതമാനം ലീവ് ഉണ്ടാകും? അതൊന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കട്ടെ. കളക്ടറാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ പഠിപ്പിക്കുന്നത് പ്രോബബിലിറ്റി ആണല്ലോ, അതുകൊണ്ട് ചോദിച്ചാണ്.
90%. ലീവ് കിട്ടണേ, ആമീൻ. 2/3 ഒക്കെ അയവാ. അക്ഷയൊക്കെ 0 പറയുന്നുണ്ട്. ശരി മക്കളെ, അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക. നമ്മൾ കാണുന്ന മാതിരിയൊന്നുമല്ല, പല ആളുകളുടെയും വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം, നമ്മൾ ടൗണിനോട് ചേർന്ന സ്ഥലങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നത് വരെ പല ആളുകളും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. സ്വന്തം വീട് പോലും രാവിലെ എണീക്കുമ്പോഴേക്കും കാണാനില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പരസ്പരം അവരെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ. നമ്മുടെ പാലക്കാട് പൊതുവേ ബുദ്ധിമുട്ട് കുറവാണ്. വലിയ മലയും ഇല്ല, വലിയ കടലും ഇല്ലാത്ത രീതിയിലുള്ളതായതുകൊണ്ട് പാലക്കാട് ഒരുപാട് ബുദ്ധിമുട്ടുകളില്ല. എങ്കിലും എന്ത് ചെയ്യാം, ഇതാണ്ടോ വീട്ടിലൊക്കെ വെള്ളം കയറിയെന്ന് ഇപ്പോഴും ഒരാൾ പറയുന്നുണ്ട്. ആരാണത്? നിങ്ങളുടെ ആരുടെയൊക്കെ വീട്ടിൽ വെള്ളം കയറി അങ്ങനെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്? അയ്യൂബ് സാലി എന്ന് എഴുതിയിട്ടുണ്ട്. ആരാണ്ടാ പേര് ടൈപ്പ് ചെയ്യടാ. വെൽക്കം വെൽക്കം. വീട്ടിൻ്റെ പുറത്ത് വെള്ളമാണ്. പല സ്ഥലത്തും ഈ ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ കൃത്യമായിട്ടില്ലാതെ പുതുപ്പള്ളി സ്ട്രീറ്റ് ഭാഗത്ത് കുറേ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് അല്ലേ? ശരി മക്കളെ, എന്നാ ഓക്കെ. 6 മണിയായല്ലോ. എല്ലാവർക്കും ലെഫ്റ്റ് ആകാം കേട്ടോ.